जयो राधा माधवा जयो जय जयो राधा माधवा जयो कुंज बिहारी जय गोपीजन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जय गोपीजन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जयो यशोदानंदना जयो ब्रजनरंजना जयो यशोदानंदना जयो ब्रजनरंजना जयो यमुना तीरावनचारी जयो कुंज बिहारी जयो यमुना तीरावनचारी जयो कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 नमः हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 जयो जगन्नाथ जयो जगन्नाथ बालादेवा जय सुभद्रामयी जयो जगन्नाथ जयो जगन्नाथ बालादेवा जय सुभद्रामयी जयो कृष्ण बालाराम जयो कृष्ण बालाराम कृष्ण बालाराम जयो कृष्ण बालाराम जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरामिता जय गौरामिता गौरामिता जय गौरामिता जय गौरामिता जय गौरामिता गौरामिता जय गौरामिता जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव जय जय गुरुदेव 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 जय जय गुरुदेव। हरिनाम संकीर्तन महायज्ञ की हरे कृष्ण महामंत्र युग धर्म की श्रीला प्रभुपाद की श्री गुरुदेव की गौर प्रमानंदे हरि ओम नमो भगवते वासुदेवाय ओम
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്ലോകം ഞാൻ വായിക്കാം, ഭക്തജനങ്ങൾ ഏറ്റുപറയുക. അർജുന ഉവാച ദൃഷ്ടേമം സോചനം കൃഷ്ണ ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതാ യുയുത്സും സമുപസ്ഥിതാ സീദന്തി മമ ഗാത്രാണി സീദന്തി മമ ഗാത്രാണി മുഹം ചാപരിശുഷ്യതി മുഹം ചാപരിശുഷ്യതി ദൃഷ്ടോ മം സ്വജനം കൃഷ്ണ ദൃഷ്ടമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതാ യുയുത്സും സമുപസ്ഥിതാ സീദന്തി മമ ഗാത്രാണി സീദന്തി മമ ഗാത്രാണി മുഹം ചാപരിശുഷ്യതി മുഹം ചാപരിശുഷ്യതി. അർജുന വാച ദൃഷ്ടമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതാ സീദന്തി മമ ഗാത്രാണി മുഹം ചാപരിശുഷ്യതി. ഒരാളായി. ദൃഷ്ടമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതാ സീദന്തി മമ ഗാത്രാണി മുഹം ചാപരിശുഷ്യതി. വെരി ഗുഡ്. ഒരാളോട്. ദൃഷ്ടമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതാ സീദന്തി മമ ഗാത്രാണി മുഹം ചാപരിശുഷ്യതി. വെരി ഗുഡ്. അർജുന വാച. അർജുനൻ പറഞ്ഞു, കൃഷ്ണ അല്ലയോ കൃഷ്ണ, യുയുത്സു യുദ്ധേച്ഛയോടെ സമുപസ്ഥിതം മുന്നിൽ നിൽക്കുന്ന ഇമം സ്വജനം ഈ ബന്ധുക്കളെ ദൃഷ്ട്വാ കണ്ടിട്ട് മമഗാത്രാണി എന്റെ അംഗങ്ങൾ സീദന്തി തളരുന്നു മുഹം ച മുഖവും പരിശുഷ്യതി വരളുന്നു. അർജുനൻ പറഞ്ഞു, യുദ്ധത്തിനൊരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട്
എന്റെ അവയവങ്ങൾ തളരുന്നു, മുഖം വരളുന്നു. ഭാവാർത്ഥം യേസി ഭക്തി വേദാന്ത സ്വാമി ശ്രീരാ പ്രഭുപാദ് കി ജയ്. ഭാവാർത്ഥം: നിർവ്യാജമായ ഭഗവത് ഭക്തിയുള്ള ഏതൊരാളിലും ദിവ്യന്മാർക്കും ദേവന്മാർക്കുമുള്ള സർവഗുണങ്ങളും ഉണ്ടായിരിക്കും. ഭക്തിയില്ലാത്തവർക്കാകട്ടെ വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും ഭൗതികമായി ഉന്നത പദവിയിലായിരുന്നാലും ശരി, അത്തരം ഗുണങ്ങൾ ഉണ്ടാവില്ല. അർജുനൻ തന്റെ യുദ്ധോത്സുകരായ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും രഥാങ്കണത്തിൽ കണ്ടയുടനെ സഹതാപ പരവശനായി തീർന്നു. തനിക്ക് വേണ്ടി പൊരുതുന്നവരെ കുറിച്ച് അദ്ദേഹത്തിന് തുടക്കത്തിലെ അനുകമ്പയുണ്ടായിരുന്നു. ഇപ്പോൾ മറുപക്ഷത്തിലുള്ളവരെ കുറിച്ചും അവർക്കെല്ലാം മരണം മടുത്തതോർത്ത് അദ്ദേഹത്തിന് സഹതാപം തോന്നി. അദ്ദേഹത്തിന്റെ അവയവങ്ങൾ തളരുകയും വായി വരളുകയും ചെയ്തു. അവരുടെ സമരവീര്യം കണ്ട് അദ്ദേഹം അമ്പരന്നു. രക്തബന്ധമുള്ള ആ വംശജർ മുഴുവനും തന്നോട് യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇതാണ് അർജുനനെ പോലെ ദയാലുവായൊരു ഭക്തനെ സംഭ്രമം ഉളവാക്കിയത്. ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അർജുനന്റെ അംഗങ്ങൾ തളരുകയും വായ് വരളുകയും മാത്രമല്ല, സഹതാപ ആധിക്യത്താൽ അദ്ദേഹം കരയുകയും ചെയ്തു എന്ന് നമുക്ക് ഊഹിക്കാം. അർജുനനിൽ ഈ പ്രതികരണങ്ങൾ ഉണ്ടായത് ദൗർബല്യം കൊണ്ടല്ല, മൃദുല ഹൃദയത്വം കൊണ്ടാണ്. ശുദ്ധനായ ഒരു ഭഗവത് ഭക്തനിൽ സ്വാഭാവികവുമാണത്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം ഇപ്രകാരം പറയുന്നു: യസ്യാസ്തി ഭക്തിർ ഭഗവതശ്ച കിഞ്ചിന സർവൈർഗുണൈസ്താത്ര സമാസ്തദേശ്വരഃ ഹരാവഭക്തസ്യ കുതോ മഹാഗുണാ മനോരഥാനാ സതിദാവതോ ബഹിഃ. ശ്രീമദ് ഭാഗവതം 5:18-12. പരമദിവ്യോത്ത പുരുഷനിൽ അചഞ്ചലമായ വിശ്വാസം ഉള്ളവന് ദേവന്മാരുടെ ഗുണങ്ങൾ എല്ലാം ഉണ്ട്. എന്നാൽ ഭഗവത് ഭക്തനല്ലാത്ത ഒരാൾക്ക് വില കുറഞ്ഞ ഭൗതിക ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അയാൾ മാനസിക മേഖലകളിലൂടെ അലഞ്ഞു തിരിയുന്നത് കൊണ്ട് എങ്ങും എത്താതെ വെട്ടിത്തിളങ്ങുന്ന ഭൗതിക ശക്തിയാൽ ആകൃഷ്ടനായി പോകുമെന്നതിൽ സംശയമില്ല. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കീ ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സ്വയം ലളിതാ ശ്രീശാന്താംച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിയ കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരി പ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരിശേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗദായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനേ.
നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്തദേശധാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ പഞ്ചകരത്തിൽ വിശ്വകൃപാസംവേദികവദം നമാവോ വിഷ്ണുദാക്ഷപൃഷ്ടായ ബദ്രി ശ്രീമതി മഹാവിഷ്ണു സ്വാമി നാം നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത ശ്രീ പ്രചാരണ ലോകധാരണ ശ്രീ മഹാവിഷ്ണു സ്വാമി ഹരേ കൃഷ്ണ. വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ജന്മാഷ്ടമിയുടെ തലേ ദിവസമാണ് ഇന്ന് നമ്മൾ സത്സംഗത്തിന് വേണ്ടി എത്തിച്ചു കൊടുക്കുന്നത്. ശരിയല്ലേ? ജന്മാഷ്ടമി എന്നാണ് നാളെ. സാധാരണഗതിയിൽ വൈഷ്ണവ കലണ്ടർ അനുസരിച്ച് ഒരു ദിവസവും കേരള കലണ്ടർ അനുസരിച്ച് മറ്റൊരു ദിവസവുമാണ് ജന്മാഷ്ടമി വരാറുള്ളത്. എന്നാൽ ഈ വർഷം നമുക്ക് രണ്ടും ഒരേ ദിവസമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ജന്മാഷ്ടമിയില് സാധാരണ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന ശീലമുണ്ടോ? ഉണ്ട്, ശീലമുണ്ട്. അപ്പൊ നാളെ എവിടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഹരേ കൃഷ്ണ ആശ്രമം പള്ളിച്ചലുണ്ട്, നിങ്ങൾക്ക് വരാം. കരമനയുണ്ട്, നിങ്ങൾക്ക് വരാം. നല്ല നല്ല ക്ലാസ്സുകളൊക്കെ അവിടെ ഉണ്ടാവും. ഗംഭീര പ്രഭാഷണങ്ങളുണ്ട്. ഇന്നലെ മുതൽ തുടങ്ങി. ഇന്നലെ ഉണ്ട്, ഇന്നുണ്ട്, നാളെയുണ്ട്, മറ്റന്നാളുണ്ട്. 4 ദിവസത്തെ ഗംഭീര പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത് കേട്ടോ. സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വരാൻ കഴിയട്ടെ കേട്ടോ. ഞാൻ വരണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ആരെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? കുറച്ച് ദൂരമുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ ഇത് അമേരിക്കയിലൊന്നും അല്ലല്ലോ. വേണമെങ്കിൽ വരാം അല്ലെ? ജന്മാഷ്ടമിക്കൊക്കെ ഒരു ടൂർ പോലെ വരണം. ആരൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ? ഒന്ന് കൈപ്പൊക്കെ കാണട്ടെ. ആർക്കും കൈ ഇല്ലേ? സാരം. ഓക്കെ, അപ്പൊ വീട്ടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോവുക. അപ്പൊ ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ജന്മാഷ്ടമിയെ കുറിച്ചാണ്. ഇന്നത്തെ ചർച്ച കേട്ടോ. നമ്മുടെ ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു എന്താണ്? നമ്മുടെ അർജുനന്റെ ശരീരം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ കണ്ടപ്പോ തളരുകയും വരളുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ കണ്ടത്. എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? ഓപ്പോസിറ്റായിട്ട് ഇരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സിൽ ചർച്ച ചെയ്തതുപോലെ സ്വന്തക്കാരും ബന്ധക്കാരുമാണ്. അവര് നമ്മുടെ ഓപ്പോസിറ്റായിട്ട് വന്നപ്പോൾ നമ്മൾ തളർന്നു പോകും സ്വാഭാവികമായിട്ട്. ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഭാവാർത്ഥത്തിൽ പറയുന്നു അദ്ദേഹം കരയുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അങ്ങനെ കരഞ്ഞിട്ടുള്ളവർ ഒന്ന് കൈപ്പൊക്കിക്കെ. സ്വന്തക്കാരൊക്കെ ഓപ്പോസിറ്റിൽ നിന്ന് നമ്മൾ ഉപദ്രവിച്ചപ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോയി അല്ലെ? അത് ഹൃദയ ദൗർബല്യം കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അല്ലാതെ ദുർബല ഹൃദയനായത് കൊണ്ടാണ്, അല്ലാതെ അതൊരു കുറവല്ല, അതൊരു മൃദുല ഹൃദയത്തിന്റെ ഗുണമാണ് എന്ന കാരുണ്യം എന്ന് വേണം പറയും. ഹൃദയ കാഠിന്യമുള്ളവർക്ക് അങ്ങനെ ഒരു കരച്ചിൽ വരുമോ? വരില്ല. അപ്പൊ ഹൃദയം അല്ലെ, ഹൃദയത്തിൽ എന്താ ഉള്ള കാരുണ്യമുള്ളവർക്ക് എന്ത് വരത്തുള്ളൂ? ഹൃദയ ദൗർബല്യം വരത്തുള്ളൂ, ഹൃദയവേദന ഉണ്ടാവത്തുള്ളൂ. തമാശക്ക് പറയാണ്, ഇവിടെ മൊത്തം ലേഡീസ് ആണ്, നമ്മളാകെ 3 പേരേ ഉള്ളൂ. എന്നാലും ഒരു തമാശ പറയട്ടെ. നമ്മുടെ വീട്ടിന്റെ അടുത്ത് കുറെ ആൾക്കാർ ഇടയ്ക്ക് മരണപ്പെട്ടു. കുറച്ച് ഇവിടെയൊക്കെ ഉണ്ടാവും. എന്താണെന്ന് ചോദിച്ചാല് 40-45 വയസ്സിനകത്തേ ഉള്ളൂ. 30, 38, 40, 45, 50, 55 വയസ്സിനകത്തുള്ളവരെല്ലാം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. എന്താ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു. എന്ത് വന്ന് മരിക്കുന്നു? അങ്ങനെ വരുന്ന ഹാർട്ട് അറ്റാക്ക് വഴിയുള്ള മരണത്തിന് നിങ്ങൾ കണക്കെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ആൾക്കാർ കൂടുതലും ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പത്രം വായിക്കുന്ന ആൾക്കാരല്ലേ? ഈ ചുറ്റുവട്ടത്തില് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന ആൾക്കാരെല്ലാം ആരാണ്? പറയൂ. ആണുങ്ങളാണോ കൂടുതൽ, പെണ്ണുങ്ങളാണോ കൂടുതൽ? എന്ന് വെച്ചാൽ അതിനർത്ഥം പെണ്ണുങ്ങൾക്ക് എന്താ ഹാർട്ട് ഇല്ലേ? പെണ്ണുങ്ങൾക്ക് എന്താ ഹാർട്ട് ഇല്ലേ? ഇല്ല എന്നാണ് തോന്നുന്നത്. ഹാർട്ട് ഉണ്ടെങ്കിൽ അറ്റാക്ക് ഒക്കെ വരും. അർത്ഥം എന്താ? പെണ്ണുങ്ങൾക്ക് ഹൃദയമേ ഇല്ല എന്നും കൂടെ എന്നൊരു അർത്ഥം ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനകത്ത് വെളിയിൽ ഇറങ്ങി പോണം. അതുകൊണ്ട് ഞാൻ ടോപ്പിക്ക് മാറ്റിയാണ് കേട്ടോ. അപ്പോ അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം, ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നില്ല ആണുങ്ങൾക്കാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിച്ച്, എന്താ പെണ്ണുങ്ങൾക്ക് ഹാർട്ട് ഇല്ലേ? എന്താണെന്ന് അറിയില്ല.
കാണപ്പെടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോ ഹാർട്ടുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരും, ഹാർട്ടുള്ളവർക്ക് ഹൃദയവേദന ഉണ്ടാവും. അർജുനന് അങ്ങനെ നല്ലൊരു ഹാർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ഒന്നും പറഞ്ഞില്ലേ, ഞാൻ ലോകത്ത് നടക്കുന്ന യാഥാർത്ഥ്യത്തിനെ കുറിച്ച് ഒരു ശ്രദ്ധ ചെലുത്തിയെന്നേ ഉള്ളൂ. നമ്മൾ ആ ടോപ്പിക്കിലേക്ക് തൽക്കാലം പോകുന്നില്ല. ഓക്കെ, എന്തായാലും അത്ഭുതപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം, ഹാർട്ട് അറ്റാക്ക് ആണുങ്ങൾക്കേ വരുന്നുള്ളൂ. എന്തായാലും ഹൃദയം ആണുങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് എന്തായാലും ഉറപ്പിക്കാലോ. ഹൃദയം ആണുങ്ങൾക്കുണ്ട്, അത് ഉറപ്പിക്കാം. അങ്ങനെ ഒരു ഹൃദയമുള്ള നമ്മുടെ പ്രിയപ്പെട്ട അർജുനന് ഒരു ഹൃദയവേദന ഉണ്ടായിരിക്കുകയാണ്, ഇന്നത്തെ ശ്ലോകത്തിൽ പറയുന്നത് പോലെ. എന്താണ് കാരണം? അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം അദ്ദേഹത്തിന്റെ ബന്ധക്കാരായപ്പോ ഹൃദയമുള്ള അർജുനൻ ഒന്ന് വിങ്ങി പൊട്ടിപ്പോയി. തെറ്റ് പറയാൻ പറ്റുമോ? ഹൃദയം ഉള്ളത് കൊണ്ടല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട അർജുനൻ വിഷമിക്കുകയാണ് കേട്ടോ. അപ്പോ ഇതിനെക്കുറിച്ച് കുറെ നല്ല സൂപ്പർ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ച ചെയ്തു അല്ലേ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ ഇന്ന് നമ്മള് ഒരു സ്പെഷ്യൽ ഡേ ആണ്, ജന്മാഷ്ടമി ഡേ ആണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് അല്പം ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ ജന്മാഷ്ടമിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇന്നത്തെ ശ്ലോകത്തില് പർപ്പട്ടില് ഒരു പോയിന്റ് പറയുന്നുണ്ട്. എന്താണ്? ശ്രീമദ് ഭാഗവതത്തിൽ 5, 18, 12 ഇന്നത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നത്, യസ്യാസ്തി ഭക്തേർ ഭഗവതസ്യ കിഞ്ചിന സർവേർ ഗുണൈസ്തത്ര സമാസുദേസുരഃ പരാവഭക്തസ്യ കുതോ മഹാത്ഗുണാ മനോരഥാനാ സതിദാവതോ ബഹിഃ. ഈ ശ്ലോകം ശ്രീമദ് ഭാഗവതം 5, 18, 12 എന്താണത് പറയുന്നത്? പരമദിവ്യോത്തമ പുരുഷനിൽ അചഞ്ചലമായ വിശ്വാസം ഉള്ളവന് ദേവന്മാരുടെ ഗുണങ്ങൾ എല്ലാം ഉണ്ട്. എന്നാൽ ഭഗവത് ഭക്തനല്ലാത്ത ഒരാൾക്ക് വില കുറഞ്ഞ ഭൗതിക ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അയാൾ മാനസിക മേഖലയിലൂടെ അലഞ്ഞു തിരിയുന്നത് കൊണ്ട് എങ്ങും എത്താതെ വെട്ടിത്തിളങ്ങുന്ന ഭൗതിക ശക്തിയാൽ ആകർഷനായി പോകുമെന്നതിൽ സംശയമില്ല. മനസ്സിലായോ? ഭഗവത് ഭക്തന് എന്ത് ഗുണമാണ് ഉള്ളത്? ദേവന്മാരുടെ ഗുണമുണ്ടെന്നാ പറയുന്നത്. ഭഗവത് ഭക്തന് ആരുടെ ഗുണമുണ്ട്? ദേവന്മാരുടെ ഗുണം. എന്നാല് ഭക്തിയില്ലാത്ത ആൾക്കാർക്ക് എന്താണ് ഉള്ളത്? വില കുറഞ്ഞ ഭൗതികമായ എന്തെങ്കിലുമൊക്കെ കാണും. ഭഗവാന്റെ ഭക്തന്മാരുടെ ഒരു പ്രത്യേകത, ഈ ലോകത്തും അവർ രാജകീയമായിട്ട് ജീവിക്കും, മരണത്തിന് ശേഷവും അവര് എങ്ങനെ ജീവിക്കും? കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് പോകും. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഭഗവത് ഭക്തിയിലേക്ക് വരണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ആൾക്കാർ ചോദിക്കും, നമ്മളിവിടെ ഭക്തിയുടെ പേരും പറഞ്ഞ് ഇവിടെ 1 മണിക്കൂർ വന്നിരിക്കുന്നു അല്ലെ, അവിടെ വേറെ എന്തോ ചർച്ച നടക്കും, ഒരു വട്ടമേശ സമയം. അപ്പൊ ഭഗവത് ഭക്തിയില് വരണമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സമയം ചെലവാക്കിയാണല്ലോ ഇവിടെ വരുന്നത് അല്ലെ, ശരിയല്ലേ? നിങ്ങൾ എന്തെല്ലാം ജോലി മാറ്റി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പോ നമുക്ക് ചില ആൾക്കാർ പറയും, ഭഗവാൻ അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ എന്തുമാത്രം സമയമാണ് നിങ്ങൾ ഇങ്ങനെ കളയുന്നത് എന്ന് ചോദിച്ചത്. നാമം ജപിക്കുക, ഭഗവത്ഗീത വായിക്കുക, സത്സംഗങ്ങളിൽ പങ്കെടുക്കുക അല്ലെ. അപ്പൊ എന്തുമാത്രം സമയം നിങ്ങൾ വെറുതെ ഇങ്ങനെ അടിച്ചു കളയും എന്ന് പറയും. നിങ്ങളുടെ അഭിപ്രായം എന്താ? ശരിയല്ലേ? ശരിയാണല്ലേ? അതാ. പക്ഷേ ആ സമയത്ത് നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെലവാക്കിക്കൂടെ എന്നൊക്കെ അവർ ചോദിക്കാം. ശരിയല്ലേ? എന്നാല് നിങ്ങളുടെ അഭിപ്രായവും അത് തന്നെയാണോ? നിങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണോ? ശരി ശരി. അപ്പൊ അവര് പറയുന്നത്, നിങ്ങൾ മരണത്തിന് ശേഷം സന്തോഷിച്ചിരിക്കാൻ വേണ്ടി ഇപ്പോഴേ കഷ്ടപ്പെടുന്ന എന്തിനാണ്? അതാണ് അല്ലെ. നിങ്ങൾ നാമം ജപിക്കുന്ന അതൊക്കെ അടുത്ത പുനർജന്മം, പൂർവ്വജന്മം, അടുത്ത ജന്മം എന്നൊക്കെ പറയുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നിങ്ങൾ ഇത്രയും സമയം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങൾ പുനർജന്മം അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഈ ചെലവാക്കുന്ന സമയമെല്ലാം വേസ്റ്റ് അല്ലേ? അങ്ങനെ പറയാറില്ലേ ആൾക്കാർ അല്ലെ? വെറുതെ എന്തുമാത്രം സമയം അടിച്ചു കളയും അല്ലെ, ഭക്തി അത് എന്നൊക്കെ പറഞ്ഞു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇല്ല എങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ പുനർജന്മൊന്നും ഇല്ല എങ്കിൽ ഇതുമാത്രം സമയം നിങ്ങൾ വെറുതെ വേസ്റ്റാക്കി കളയും അല്ലെ. അത് ഭക്തി പോയിന്റ് ഓഫ് വ്യൂല് അവര് പറയുന്നത് ഇങ്ങനെയാണ്.
നമുക്ക് പറയാൻ ആൻസർ ഉണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. അവര് പറയുമ്പോ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നിപ്പോകും. കാരണം നമ്മൾ അത്രമാത്രം സമയം കുറച്ചൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആവുന്നുണ്ട്. മനസ്സിലായി? ആ, സമ്മതിക്കും. അത് വ്യത്യസ്ത വേർഷനാണ്. പക്ഷെ അവര് പറയുന്നത് നിങ്ങൾ അടുത്ത ജന്മം സന്തോഷിക്കാൻ വേണ്ടി ഈ ജന്മം നിങ്ങൾ ഇങ്ങനെ തപസ്സും ത്യാഗവും ഒക്കെ ആയിട്ട് നടക്കണം. എന്തിന്? ഇന്ന് നമ്മളെ കടിക്കാത്തതിനെല്ലാം നമ്മൾ അങ്ങോട്ട് കഴിക്കണം. അല്ലേ? നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കണം. അല്ലെ? ഒറ്റ ലൈഫേ ഉള്ളൂ, അത് പൊളിച്ചെടുക്കണം. അല്ലെ? ആടിച്ച് പൊളിക്കണം. അല്ലെ? അവിടെ പറയുന്നത് തന്നെ ആടിച്ച് പൊളിയാണ്. ഡിസ്ട്രോയ് ചെയ്യുന്ന കാര്യമാണ് അവർ പറയുന്നത്. അല്ലേ? അതാ ഡിസ്ട്രോയ് ചെയ്യണം എന്ന് തന്നെയാണ് ആൾക്കാർ ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ അഭിപ്രായം? ഒറ്റ ലൈഫേ ഉള്ളൂ, ആടിച്ച് പൊളിച്ചടുക്കണം, കൂട്ടത്തിൽ തരണം. കുറച്ച് ഭക്തിയിലേ വന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സാധാരണ നമ്മളത് കേൾക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം മടക്കി വെച്ച് എന്നിട്ട് ചാടി ഇറങ്ങി ഡിസ്കോ ഡാൻസ് ഒക്കെ കളിച്ചണം. ഒന്ന് അടിച്ചു പൊളിക്ക് വേണ്ടിയുള്ള മൂഡിലേക്ക് വരും. ഞാൻ പറയുന്നത് അവരോട്, ശരി ഇങ്ങനെ ഒന്നും ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് ഒരു വേർഷൻ സമ്മതിച്ചു. നിങ്ങൾ ജീവിതത്തിൽ ഭക്തികാര്യങ്ങളിലേക്ക് ശ്രദ്ധയെ ചെലുത്തിയിട്ടില്ല, സമ്മതിച്ചു. എന്നിട്ട് നിങ്ങൾ മരിച്ചും പോയി, അതോടെല്ലാം തീർന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നു, സമ്മതിച്ചു. എന്നാൽ മരണത്തിന് ശേഷം ഒരു ലൈഫ് ഉണ്ടെങ്കിലോ? ആ ഉണ്ടെങ്കിൽ ഇത്രയും കാലം ചെയ്ത പാപത്തിന്റെ ഫലം അയാൾ അനുഭവിക്കണോ വേണ്ടേ? ആ, അത് പറ. ഇല്ല എന്ന് നിങ്ങൾ പറയും. ഇനി ഉണ്ടെന്ന് വെച്ചോ, ഉണ്ടെങ്കിൽ പെട്ടില്ലേ? എന്താ? എങ്ങനെ പെട്ടു? താൻ നിരന്തരം ചെയ്തിടിൻ കർമ്മത്തിൽ താൻ അനുഭവിച്ചിടുന്നേ വരും. അങ്ങേര് ഇത്രയും കാലം ചെയ്ത പാപപ്രവർത്തനത്തിന്റെ ഒക്കെ ഫലം അനുഭവിച്ചല്ലേ പറ്റൂ. ഇവിടത്തെ കോടതി വെറുതെ വിട്ടാലും അവിടത്തെ കോടതിയിൽ നിന്ന് ശിക്ഷിക്കപ്പെടും നമ്മൾ വിളിച്ചു പറയാറില്ലേ? അങ്ങനെ വിചാരിച്ചിരുന്നു. അത് സത്യം തന്നെ, സമ്മതിക്കുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിൽ മറ്റൊരു കോടതി ഉണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? അല്ലേ? അങ്ങനെ ആർക്കും ആ കോടതി രക്ഷപ്പെടാൻ പറ്റൂല എന്ന് നമ്മൾ പോലും അറിയാതെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? അത് നമ്മൾ ഹിന്ദുവായിട്ട് പിറന്നാലും ക്രിസ്ത്യാനിയായിട്ട് പിറന്നാലും മുസ്ലിമായിട്ട് പിറന്നാലും ജൂതനായിട്ട് പിറന്നാലും സിഖുകാരനായിട്ട് പിറന്നാലും ജൈനനായിട്ട് പിറന്നാലും അതും അല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാട്ടുവാസികൾക്കിടയിൽ പിറന്നാലും മനുഷ്യന് മുകളിൽ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നു എന്ന് അവരെ വിശ്വസിക്കുന്നു. ഇന്നത്തെ വാർത്ത എന്താണ്? ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകും, ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഇത് 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 വാദി തന്നെയാണ് പ്രതി തന്നെയാണ് വാദി. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഇപ്പോ ജനങ്ങളെ പറ്റിക്കാനാണ്. ഇപ്പോ ശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇതെല്ലാം വാർത്തകൾ വരുന്നത്. കേട്ടോ, വാർത്തകൾ വരുന്നത് പല്ലിയുടെ മരണ വാർത്ത, പാമ്പിന്റെ മരണ വാർത്ത വരുന്നവരെ ഉള്ളൂ സംസാര വിഷയം. പാമ്പിന്റെ മരണ വാർത്ത വന്നു കഴിഞ്ഞാൽ പല്ലിയെ കുറിച്ച് ആരും സംസാരിക്കൂല. പിന്നെ പാമ്പിന്റെ മരണ വാർത്ത ചർച്ച എപ്പോഴെന്ന് വെച്ചാൽ കീരിയുടെ മരണം വരെ ഉള്ളൂ. കീരിയുടെ മരണം വന്നു കഴിഞ്ഞാൽ പിന്നെ പുലിയുടെ മരണ വാർത്ത വന്നു കഴിഞ്ഞാൽ കീരിയെ കുറിച്ച് ആരും സംസാരിക്കില്ല. മനസ്സിലായില്ലേ? ഏതായിരുന്നു? അതെ വയനാട് വന്നു നിന്നപ്പോ ഹേമ കമ്മീഷൻ അല്ലേ റിപ്പോർട്ട് വന്നത്. ഇനി അടുത്ത വേറെ ഒന്ന് വരുമ്പോ ഇതങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും. അത്രേ ഉള്ളൂ. കേട്ടോ. അപ്പൊ ആ ടോപ്പിക്ക് നമുക്ക് വിടാം. അതായത് നമ്മുടെ ശ്രദ്ധ ഭഗവാനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തടസ്സമായിരിക്കുന്ന വാർത്തകളാണ് ഇതെല്ലാം. മനസ്സിലായോ? ഇതെല്ലാം മനുഷ്യന്റെ ഭക്തിത്വ ഭഗവത് സേവനത്തിലേക്ക് വരുവാൻ വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് തന്ന ഈ മനുഷ്യജന്മത്തിന്റെ ശ്രദ്ധ എവിടെ വയ്ക്കണമോ അതിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്ന വാർത്തകളാണ് ഇതെല്ലാം. ഓവറാൾ എല്ലാ വാർത്തയും ഭക്തിയിൽ നിന്ന് നമ്മൾ അകറ്റുന്ന വാർത്തകളാണ്. ശരി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു പുനർജന്മം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾ മരിച്ചപ്പോ പുനർജന്മം ഉണ്ട് എങ്കിൽ അയാളുടെ ജീവിതം പാഴാണോ അല്ലയോ? പിന്നെയുള്ള ലൈഫ് പറയൂ പെട്ടില്ലേ? എന്നാൽ ഇവിടെ അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹാരം കഴിക്കുക, നല്ല ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക, ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, നല്ല ടൂർ അടിക്കുക, ഇതൊക്കെ തന്നെയല്ലേ അടിച്ചുപൊളി? ഈ അടിച്ചുപൊളി എന്താ ഭക്തി പ്രസ്ഥാനത്തിലില്ലേ? ഇവിടെ ഡാൻസ് ഇല്ലേ? ഇവിടെ പാട്ടില്ലേ? ഇവിടെ വാദ്യോപകരണങ്ങൾ വായിക്കുന്നില്ലേ? ഇവിടെ ടൂറില്ലേ? ടൂർ പ്രോഗ്രാംസ് ഇല്ലേ? ഇവിടുത്തെ പ്രസാദം, വായിന്ന് വെള്ളം ഊറുന്ന പ്രസാദങ്ങളില്ലേ? നല്ല സൂപ്പർ ടേസ്റ്റി വെജിറ്റേറിയൻ പ്രസാദം ഫുഡ്. നിങ്ങളൊക്കെ വന്ന് നോക്കൂ നമ്മുടെ ഉത്സവത്തിൽ, നിങ്ങൾ ഞെട്ടിപ്പോവും. എത്ര 100, 200, 300 വിഭവങ്ങളാണ് ഭഗവാൻ നിവേദിക്കുന്നത്. ഓരോന്നും ഓരോ ടേസ്റ്റാണ്. നാക്കിന് വെള്ളം ഊറും. മനസ്സിലായി? വയറൊക്കെ കണ്ടില്ലേ?
വെറുതെ 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 ഈ കഴിച്ചാണ്, മനസ്സിലായോ? അതാ വെജിറ്റേറിയനിസത്തിൽ നല്ല ടേസ്റ്റി ഫുഡുകളും, വെജിറ്റേറിയനിസത്തിൽ നല്ല അടിപൊളി ഡാൻസും പാട്ടും കൂത്തും ബഹളവും ഉണ്ട്, അടിപൊളി ടൂർ പ്രോഗ്രാംസ് ഉണ്ട്. ആണ്. അല്ല അത് ഇപ്രാവശ്യമല്ലേ, ഈ അതൊന്നും കുഴപ്പമില്ല. അത് ഇതൊരു ലൈഫിലെ സ്റ്റൈലാണ്. ആ ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് അതിനൊക്കെ സമയം വന്നോളും. ഇപ്പൊ ടെൻഷൻ അടിക്കണം. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. ആ ലൈഫ് സ്റ്റൈലിലേക്ക് മാറുമ്പോ അതിലേക്ക് വരും. അതെ, ഇനിയും വരും, ഇനിയും വരും, ഇനി വരാൻ കഴിയും. അതെ, മഹാഭാരതവും രാമായണവും എന്താണെന്ന് ചോദിച്ചാൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലത്തെ പെണ്ണ് കേസ് തന്നെയാണ് രാമായണം. അല്ലേ? പിന്നെ ഇവന്റെ പ്രോപ്പർട്ടി അവ അടിച്ചുകൊണ്ട് അവന്റെ പ്രോപ്പർട്ടി അടിച്ചുകൊണ്ട് പോയി എന്നുള്ള മണ്ണിനെ കുറിച്ചുള്ള ഇഷ്യൂ ആണ് മഹാഭാരതം. പിന്തുടർച്ചാവകാശത്തിന്റെ കുറിച്ചുള്ള കോടതി നടക്കുന്ന കേസുകൾ തന്നെയാണ് മഹാഭാരതത്തിലൂടെ പാണ്ഡവ കൗരവ അടി നടക്കുന്നത്. അല്ലെ? അതാ. അപ്പോ ഇവിടെ ഒരു ഒരു സിനിമയിൽ കാണുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യസ്ത ഒരു രസങ്ങൾ, ഹൊറർ ഉണ്ടാവും, സസ്പെൻസ് ഉണ്ടാവും, അല്ലെ? പിന്നെ പ്രണയം ഉണ്ടാവും, അല്ലെ? പിന്നെ ഇനി എന്നുള്ള ത്രില്ലർ ഉണ്ടാവും. ഇതെല്ലാം മഹാഭാരതത്തിലില്ലേ? ഇതിലെല്ലാം രാമായണത്തിലില്ലേ? ഭാഗവതത്തിലില്ലേ? എല്ലാം ഉണ്ട്. ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ രസിപ്പിക്കാനുള്ള സകല സാധനവും എവിടെയുണ്ട്? മഹാഭാരത, രാമായണം, ഭഗവത്ഗീത, ഭാഗവതം, പുരാണങ്ങൾ ഇത്യാദി ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ഇതിന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭൗതികമായ രീതിയിലുള്ള പല രസങ്ങളും നഷ്ടപ്പെട്ടു പോകും എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. മനസ്സിലായോ? ഇതിലുള്ള ആസ്വാദനം വേറെ ഒന്നിനും കിട്ടത്തില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ, ഐസക് ന്യൂട്ടൻ ആദി അതിബുദ്ധിമാന്മാരെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, എന്റെ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് മാർഗനിർദ്ദേശവും പ്രചോദനം നൽകിയത് ഭഗവത്ഗീതയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐസക് ന്യൂട്ടൻ പറഞ്ഞിരിക്കുന്നത് ഈ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ലോകത്ത് എവിടെയും കണ്ടെത്താൻ സാധിക്കുന്നിരിക്കും, എന്നാൽ ഇതിലില്ലാത്തത് ലോകത്ത് ഒരിടത്തും കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. കേട്ടോ? അവര് നമ്മളെക്കാളും മണ്ടന്മാരാണോ ബുദ്ധിയുള്ളവരാണോ? പറയും. ശാസ്ത്രജ്ഞന്മാര് അവരെ പറഞ്ഞത് അവരെക്കാളും ഉയർന്ന ശാസ്ത്രജ്ഞന്മാരാണ്, ബുദ്ധിയുള്ളവരെന്നാണ് പറഞ്ഞത്. അവരാണ് ഈ നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നാൽ നമ്മൾ വഴിതെറ്റി പോകുമോ? നമ്മുടെ സമയം പാഴായി പോകുമോ? ഒരിക്കലുമില്ല. നമുക്ക് എന്ത് വേണമോ അതിവിടെ ഉണ്ട്. നമുക്ക് എന്ത് വേണമോ അതിവിടെ ഉണ്ട്. ശ്രീമദ് ഭാഗവതത്തില് പൃഥ്വിമഹാരാജാവിന്റെ ഒരു ലീലയെ കുറിച്ച് പറയുന്നുണ്ട്. പൃഥ്വിമഹാരാജാവിന്റെ ഒരു ലീലയെ കുറിച്ച് പറയുന്നുണ്ട്. ആ ലീലയില് പൃഥ്വിമഹാരാജാവ് ഭൂമാദേവിയെ ഒരു വിരട്ടും. കാരണം ഭൂമാദേവി ആവശ്യത്തിനുള്ള വിളകളൊന്നും വിളയിച്ചു തരുന്നില്ല. അപ്പൊ പൃഥ്വിമഹാരാജാവിന്റെ കൺട്രോളാണ് അന്ന് ഭൂമി. അപ്പോ പൃഥ്വിമഹാരാജാവ് ഭൂമിയെ ഓട്ടിച്ചിട്ട് പിടിക്കും ഭൂമാദേവിയെ. അപ്പോ പൃഥ്വിമഹാരാജാവ് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ അവതാരമാണ്. അപ്പൊ ഭൂമാദേവി പറയും, ദയവായി എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങ് എന്ത് ചോദിച്ചാലും ഞാൻ തരാം എന്ന് പറയും. അപ്പോ പൃഥ്വിമഹാരാജാവ് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അവസരം കൊടുക്കും, നിങ്ങൾക്ക് എന്ത് വേണമോ ഭൂമിയിൽ നിന്ന് കറന്നെടുത്തോളുക എന്ന് പറയും. കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഭൂമാദേവി ഒരു പശുവിന്റെ രൂപം ധരിച്ചിരിക്കുമ്പോൾ നമ്മൾ ആവശ്യമുള്ളത് വന്ന് എല്ലാവരും എടുത്തോളൂ എന്ന് പറയും. അപ്പൊ ഭൂതങ്ങൾ എന്തായിരിക്കും എടുത്തത്? രാക്ഷസന്മാരെന്തായിരിക്കും എടുത്തത്? നാഗങ്ങൾ എന്തായിരിക്കും എടുത്തത്? മനസ്സിലായി? കള്ളന്മാരെന്തായിരിക്കും എടുത്തത്? മനുഷ്യന്മാരെന്താണ് എടുത്തത്? എന്താണ് എടുത്തത്? പറയൂ, എന്തായിരിക്കും എടുത്തത്? ക്ഷീരമുള്ള അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അകിടില് നിറച്ച് പാലുണ്ട് പശുവിന്റെ അകിടില്. പക്ഷെ കൊതുകിന് എന്ത് മതി? അതിനകത്തുള്ള പാലൊന്നും വേണ്ട. അതിനകത്ത് പോയി അതിന്റെ മേളിൽ പോയി നിന്നിട്ട് അവിടെ നിന്ന് ചോരയെ ആര് കുടിക്കത്തുള്ളൂ? മനസ്സിലായ? ചോര മതി ആർക്ക്? കൊതുകിന്. എന്നാൽ ചോര എവിടെ ഇരിക്കുന്നു, പാൽ എവിടെ ഇരിക്കുന്നു? വ്യത്യാസമുണ്ടോ? മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ ഭൗതികവാദിയായ ആൾക്കാര് വാചകം അടിക്കുന്നുണ്ടല്ലോ, ഭക്തിയിൽ വരണ്ട, ഞാൻ അടിച്ചു പൊളിച്ച എന്ന് പറയുന്ന ആൾക്കാരല്ല ഈ കൊതുകിനെ പോലെയാണ്. ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, രാമായണ, മഹാഭാരത ഇത്യാദി ഗ്രന്ഥങ്ങളിൽ ഒരു മനുഷ്യന് വേണ്ട സകല സൗഭാഗ്യങ്ങളും അതിനകത്തുണ്ട്. പക്ഷെ ഈ മരമടയന്മാർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവൂല. അവരുടെ ബോധമണ്ഡലം അത്രത്തോളം വളർന്നിട്ടില്ല. കൊതുകിനെ പോലെയാണ്. അതുകൊണ്ട് ക്ഷീരമുള്ള ഒരു പശുവിന്റെ അടുത്ത് പോയാലും അതിന്റെ നോട്ടം ആ അകിടിന് പോയി നിന്ന് അതിന് ചോര കുടിക്കാനേ അതിന് യോഗമുള്ളൂ. മനസ്സിലായോ? വിവരമില്ലായ്മ കൊണ്ടാണ്. ആ വിവരമില്ലായ്മ ഇരുന്നിട്ട് കൂടി അത് മറ്റുള്ളവരെ കളിയാക്കുന്നത് എന്താ? അയ്യേ, നിങ്ങൾ പാലാനാ കുടിക്കുന്നത്, ഞാൻ ചോര കുടിക്കുകയാണെന്ന് പറഞ്ഞു. ആരാണ് മണ്ടൻ? ഇതാ.
അപ്പോ നമ്മൾ ഭാഗവതം, ഭഗവത്ഗീത, ബൈബിൾ, ഖുർആൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ദിസ് ഈസ് നോട്ട് ഓർ പെർമനന്റ് പ്ലേസ്. ഈ ഭൂമി എന്ന് പറയുന്നത്, ഈ മനുഷ്യ ശരീരത്തിലുള്ള നമ്മുടെ വാസം എന്ന് പറയുന്നത് എന്നേക്കുമുള്ളതല്ല എന്ന് ബൈബിൾ പറയുന്നുണ്ടോ? ഖുർആൻ പറയുന്നുണ്ടോ? ഭഗവത്ഗീത പറയുന്നുണ്ടോ? സിഖ് മത ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടോ? ജൈനമത ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടോ? ബുദ്ധമത ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടോ? സകലമാന മതഗ്രന്ഥങ്ങളും പറയുന്നത് ഒരൊറ്റ കാര്യത്തിൽ കറക്റ്റാണ്. ദിസ് ഈസ് നോട്ട് യുവർ പെർമനന്റ് പ്ലേസ്. ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ പെർമനന്റ് പ്ലേസ് അല്ല. നിങ്ങൾ താൽക്കാലികമായിട്ട് ഇവിടെ വന്നു ചേർന്നിരിക്കും. ഇവിടം വിട്ട് നിങ്ങൾക്ക് പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇവിടം വിട്ട് പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇവിടം വിട്ട് പോകേണ്ടതുണ്ട്. എന്റെ ഗുരു മഹാരാജ്, ഹിസ് ഹോൾനെസ് മഹാവിഷ്ണു ഗോസ്വാമി ഗുരു മഹാരാജ് 2002 ഫെബ്രുവരി മാസം 21 ഞങ്ങൾക്ക് ദീക്ഷ തരുന്ന ആ സെർമണിയിൽ നമ്മളെല്ലാരെയും ഏറ്റു പറയാൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? ഒന്ന് എല്ലാവരും ഏറ്റു പറയൂ. അദ്ദേഹം നമ്മളോട് ചോദിച്ചു, ഇംഗ്ലീഷിൽ ചോദിച്ചു, ഈ വാക്കിന് അർത്ഥം എന്തെന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട് എന്നാണ് ആ വാക്കിന് അർത്ഥം. വി ഷുഡ് ഗോ. നമുക്ക് തീർച്ചയായും പോകേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും 3 പ്രാവശ്യം പറയാം. പോകേണ്ടതുണ്ട്. പറയൂ. പോകേണ്ടതുണ്ട്. പോകേണ്ടതുണ്ട്. നമുക്ക് ഈ ഭൂമുഖം വിട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് ഈ ശരീരം വിട്ട് പോകേണ്ടതുണ്ട്. എപ്പോഴാണോ എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ പോകേണ്ടതുണ്ട്. അല്ലെ? ചിലപ്പോ 100 വയസ്സ് കഴിഞ്ഞായിരിക്കാം. അല്ലെ? ചിലപ്പോ 100 ദിവസം കഴിഞ്ഞായിരിക്കാം. ചിലപ്പോ 100 മാസങ്ങൾ കഴിഞ്ഞായിരിക്കാം. 100 വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം. എന്തായാലും ഒരു ദിവസം നമുക്ക് ഈ ഭൂമുഖം വിട്ടും ഈ ശരീരം വിട്ടും പോകേണ്ടതുണ്ട്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? അത് അറിഞ്ഞൂടാതെ ഈ മനുഷ്യ ജീവിതം നയിക്കുന്ന ആള് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനാണോ? പറയൂ. മനുഷ്യനാണ്, പക്ഷെ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ പോകുന്ന ഒരാൾ മണ്ടനാണോ അല്ലയോ? സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇല്ല. അതിന് ഉപോൽപ്പന്നമായി ഞാനൊരു കഥ പറയും. ആർക്ക് പോണം? നമുക്ക് എല്ലാവർക്കും പോകേണ്ടതുണ്ട്, അല്ലേ? അടുത്ത ആഴ്ച മുതൽ നമുക്ക് കറക്റ്റ് നേരത്തെ തുടങ്ങാം കേട്ടോ. മോനെ ഇവിടെ ഇരിക്കും. ഒരു ഫോട്ടോ എടുത്തിട്ട് പോകും. നമുക്ക് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ഇടണം. ഒരാള് ഒരു ഫോട്ടോ എടുക്കാമോ പ്ലീസ്? അല്ല, മോളിൽ ആരെങ്കിലും ഒരാളാ സെൽഫിയും കൂടെ എടുക്കണേ. ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. മരണത്തിന് ഭയം ഉണ്ട്? എനിക്കുണ്ട്. ഇല്ലെന്ന് പറയുന്നത് കള്ളമായിരിക്കും കേട്ടോ. മരണഭയം ഇല്ല എങ്കിൽ പാമ്പിനെ വാങ്ങിച്ച് വീട്ടിൽ വളർത്താത്തെന്താ? പാമ്പിനെ വാങ്ങിച്ച് നിങ്ങളെല്ലാം വീട്ടിൽ വളർത്താത്തെന്താ? മരണഭയം ഇല്ലാത്ത ആൾക്കാരല്ലേ. പാമ്പിനെ വാങ്ങിച്ച് വീട്ടിൽ വളർത്തു. പാമ്പിനെ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കാൻ കാരണം അത് കൊത്തിയാൽ നമ്മൾ മരിക്കുമെന്നുള്ള ബോധം കൊണ്ടാണ്. മനസ്സിലായി? അല്ലെങ്കിൽ പാമ്പിനെ ആരും പേടിക്കില്ല. പാമ്പിനെ നമ്മൾ പേടിക്കാൻ ഒറ്റ കാരണം, അത് ആലോചിച്ചു. പാമ്പിന്റെ ഡിസൈനൊക്കെ നല്ല ഡിസൈനാണ്, ശരീരത്തിലുള്ള ഡിസൈനൊക്കെ. പക്ഷെ നമ്മൾ അതിനെ പേടിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാല് അത് കൊത്തിയാൽ നമ്മൾ ചത്തുപോകുന്നുള്ള മരണഭയം കൊണ്ടാണ് നമ്മൾ പേടിക്കുന്നത്. അല്ലെങ്കിൽ പാമ്പിനെ ആരും പേടിക്കും. തിന്നാറുണ്ട്. തിന്നാറുണ്ട്. താങ്കളും വേണം കേട്ടോ. അപ്പോ മേഡം എന്താ ചോദിക്കാൻ വന്നത്? പറയും. മരണഭയം ഉണ്ടോന്നോ? മരണഭയം എല്ലാവർക്കും ഉണ്ട്. മരണഭയം ഇല്ല എന്ന് ആരെങ്കിലും പറയുന്നത് കള്ളമായിരിക്കും. ഒരു കള്ളമാണ് പറയുന്നത്. എനിക്ക് മരണഭയം എന്തായാലും ഉണ്ട്. ഞാൻ ഇതൊക്കെ വായിക്കുന്നൊക്കെ ഉണ്ട്. മരണഭയവും ഉണ്ട് കേട്ടോ. മരണഭയം ഇല്ലാത്ത ആരുമില്ല. അത് വെറുതെ പറയുന്നോ? സെൽഫ് ഡിഫൻസ് ആരെങ്കിലും എടുക്കാതിരിക്കുന്നുണ്ടോ? എല്ലാവരും സെൽഫ് ഡിഫൻസ് എടുക്കുന്നു. സെൽഫ് ഡിഫൻസ് എടുത്താൽ അതിനർത്ഥം എന്താ? നമുക്ക് മരണഭയം ഉണ്ടെന്നല്ലേ? അല്ലെങ്കിൽ ആരെയും കുത്താമെന്ന് നിന്ന് കൊടുത്തൂടെ? എന്നാൽ പല ആൾക്കാരും കുത്തണേ കുത്തിച്ചോ, അടിക്കണേ അടിച്ചോ എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ട്. ആരെന്ന് ചോദിച്ചാൽ ഒന്ന് ജഡഭരതൻ ഇറങ്ങി. ജഡഭരതനെ കാളിക്ക് സമർപ്പണം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ, കാളിക്ക് സമർപ്പണം ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ ജഡഭരതൻ എഴുച്ച് ഓടിയൊന്നുമില്ല. നമ്മളാണെങ്കിൽ ഇറങ്ങി ഓടിയാൻ. കാരണം എന്തെന്ന് വെച്ചാല് അദ്ദേഹം പൂർണ്ണമായ ആരിൽ സമർപ്പിതനാണ്? ഭഗവാനിൽ സമർപ്പിതനാണ്. അപ്പൊ എന്നെ ഇവിടെ വെട്ടാൻ കൊണ്ട് വച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ നിശ്ചയം കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് വിശ്വസിച്ച് ഭഗവാനിൽ ആശ്രയിക്കാൻ ആർക്ക് കഴിഞ്ഞിരുന്നു? ജഡഭരതനെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് ദേവിയാണോ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി യുമാരൊക്കെ കൊണ്ട് അവിടെ കിടത്തിയത്, അതേ ദേവി വന്ന് ഈ ഭക്തനെ കൊണ്ട് കിടത്തിയവന്മാരുടെയൊക്കെ തല വെട്ടിയെടുത്തു. ജഡഭരതന്റെ ലീലയിൽ അതാണ് കാണിക്കുന്നത്. കാരണം അത്രത്തോളം കൃഷ്ണന് ശരണം പ്രാപിച്ച ഒരു ഭക്തനെ കൊല്ലാൻ ആര് സമ്മതിച്ചില്ല? ആ കാളിദേവി സമ്മതിച്ചു. അപ്പൊ അത്രയ്ക്കും സറണ്ടേഡ് സോളിന്
ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരെ ആശ്രയം കൊടുക്കും, അത് വേറെ കാര്യം. നമ്മൾ ആ നിലവാരത്തിലെത്തിയോ? നമ്മൾ പൂർണ്ണമായി കൃഷ്ണ ആശ്രയിക്കുന്നവരാണോ? അല്ല. അതാ. പിന്നെ ഒരു കഥ എന്ന് പറഞ്ഞാല് പ്രഹ്ലാദ മഹാരാജാവ്. പ്രഹ്ലാദനെ അച്ഛൻ എടുത്ത് മലയുടെ മുകളിൽ നിന്ന് എടുത്തെറിഞ്ഞു. പേടിച്ചില്ലല്ലോ, അദ്ദേഹം ഒരിക്കലും ഭയപ്പെട്ടില്ലല്ലോ. പാമ്പുകൾക്കിടയിൽ കൊണ്ട് കിടത്തി, പേടിച്ചില്ലല്ലോ. അതെ, ആനയെ കൊണ്ട് ചവിട്ടിപ്പിച്ചു, പേടിച്ചില്ല. അല്ലെ, മനസ്സിലായോ? അപ്പൊ വിഷം കൊടുത്തു, കുടിച്ചു, പേടിച്ചില്ല. അച്ഛൻ തന്നെ കുടിച്ചു, വിഷമാണെന്ന് അറിയാം, എന്നിട്ടും കുടിച്ചു, മരിച്ചില്ല. അപ്പൊ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത്രത്തോളം ശ്രീകൃഷ്ണ ആരാധന, ആശ്രയം, ശ്രീകൃഷ്ണനെ ആശ്രയിച്ചു, ഭഗവാൻ ആശ്രയിച്ചിരിക്കുന്ന പൂർണ്ണമായും സറണ്ടേഡ് സോൾ, ശുദ്ധഭക്തി നിലവാരത്തിലെ ഉയർന്ന ആത്മാക്കൾക്ക് ഭൗതികമായ ഒരു നിയമവും ബാധകമല്ല, ഒരു നിയമവും ബാധകമല്ല. അപ്പൊ അങ്ങനെയുള്ള ആളാണോ നമ്മൾ? നമുക്ക് ആശാപാശമുണ്ടോ? ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആശാപാശം ഉണ്ടെങ്കിൽ നമ്മൾ ശുദ്ധഭക്തി നിലവാരത്തിൽ എത്തിയിട്ടുണ്ട്. ആശാപാശം ഉണ്ടെങ്കിൽ നമ്മൾ ആ നിലവാരത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മരണഭയം ഉണ്ട്. മരണഭയം ഇല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ആശാപാശം ഇല്ലാത്ത ആൾക്കാർ. എനിക്ക് എല്ലാം ഉണ്ട്. ഞാൻ എന്താ പണ്ഡിതനാണെന്ന് ഇവിടെ എഴുതി വെച്ചോ നടക്കുമ്പോലായി. പണ്ഡിതന്മാരാരെങ്കിലും ഇങ്ങനെ ഞാൻ പണ്ഡിതനാണെന്ന് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്നതുപോലെ ആയിരിക്കും ഞാൻ ഇങ്ങനെ പറയുന്നത്, എനിക്ക് ആശാപാശമില്ല, എനിക്ക് മരണഭയമില്ല എന്ന് ഞാൻ പറയുന്നത്. പണ്ഡിതനായ ഒരു വ്യക്തി ഞാൻ പണ്ഡിതനല്ലാത്ത വ്യക്തി പണ്ഡിതനെന്ന് എഴുതി വെച്ച് പോകുമ്പോഴല്ല, എനിക്കിതൊക്കെ ഉണ്ട്. നമ്മൾ ട്രൈ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാല്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ടീച്ചർമാരില്ലാത്ത സമയത്ത് സംസാരിക്കുന്നവരുടെ പേര് എഴുതാൻ പറഞ്ഞപ്പോൾ നമ്മൾ പ്രിന്റ് വന്നിരുന്നു എന്നേ ഉള്ളൂ. നമ്മളെല്ലാം ഒരേ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ്, അത്രേ ഉള്ളൂ. ശരി, നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. എന്താ നമ്മൾ പറഞ്ഞു വന്നത്? എന്താ പറഞ്ഞു വന്നത്? ക്ലാസ് ചോദിച്ച് ഡിബേറ്റ് ചെയ്തു. അതാ. അപ്പോ ചോരയുള്ള അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയും പോലെ ഭൗതികവാദികളായ ആൾക്കാർക്ക് അവർക്ക് ശീലമുള്ള അകിടിൽ നിന്ന് എന്ത് മതി? ചോര, ഒരു തുള്ളി ചോര മതി. ഒരു 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 കൊതുകിന് വയറ് നിറയാൻ എത്ര തുള്ളി ചോര വേണം? ഒറ്റ തുള്ളി മതി. എന്നാൽ വലിയ അകിടുള്ള പശുവിന്റെ അകിടിൽ എത്ര പാലുണ്ട്? ലിറ്റർ കണക്കിന് പാലുണ്ട്. എന്നതുപോലെ ആധ്യാത്മികമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വന്ന ഒരു വ്യക്തിയുടെ ലൈഫില് ആസ്വദിക്കാൻ ആധ്യാത്മിക വിഷയങ്ങൾ ഒരുപാടുണ്ട്. അതിനകത്ത് ഈ ചോര ഒരു തുള്ളി മതി എന്ന് പറയുന്നത് പോലത്തെ ഭൗതികവാദികളുടെ ലൈഫിലുള്ള ആസ്വാദനം എന്ന് പറഞ്ഞാൽ, ഇത്രയും വലിയ ശീലത്തിൽ നിന്നും അകിടിൽ നിന്നും ഒരു തുള്ളി ചോര അന്വേഷിക്കുന്നത് പോലെ തുച്ഛമായ കാര്യങ്ങളാണ് ഭൗതികവാദികളുടെ സുഖം എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ശ്രീമദ് ഭാഗവതം നമ്മളിപ്പോ വായിച്ച ശ്ലോകത്തിൽ പറഞ്ഞു. 5, 18, 12 അങ്ങനെയുള്ള ആധ്യാത്മികമായ കാര്യങ്ങൾ നോക്കി കാര്യങ്ങൾ സാധനയൊക്കെ ചെയ്ത് ജീവിതം ചിട്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ക്വാളിറ്റീസ് വന്ന് നിറയും. 1, 2, 3, 4 എന്ന് പറഞ്ഞ് ക്വാളിറ്റീസ് വന്നു. അങ്ങനെയുള്ള ക്വാളിറ്റീസ് കൂടി അയാള് ദേവന്മാരുടെ ക്വാളിറ്റി ഉള്ളവരെ പോലെ ആയിപ്പോയി. മനസ്സിലായി? ദേവന്മാരുടെ ക്വാളിറ്റീസ് അടിപൊളിയല്ലേ? ഇപ്പൊ പഠിക്കുന്ന കുട്ടിയും പഠിക്കാത്ത കുട്ടിയും തമ്മിലുള്ള ക്വാളിറ്റീസിന് വ്യത്യാസം ഉണ്ടോ ഇല്ലയോ? പഠിക്കുന്ന കുട്ടി നേരത്തെ കഴിക്കും, പഠിക്കുന്ന കുട്ടി അതിരാവിലെ കുളിക്കും, പഠിക്കുന്ന കുട്ടി സമയത്തിന് കാര്യങ്ങൾ ചെയ്യും. അത് ക്വാളിറ്റീസ് ആണോ? ഇങ്ങനെ എണ്ണി വരുമ്പോ പഠിക്കുന്ന കുട്ടിക്കും പഠിക്കാത്ത കുട്ടിക്കും ക്വാളിറ്റീസിൽ വ്യത്യാസം ഉണ്ടോ? ഹാബിറ്റ്സിൽ വ്യത്യാസം ഉണ്ടോ? ചിട്ടാവട്ടങ്ങളിൽ വ്യത്യാസം ഉണ്ടോ? അവരുള്ള റിസോഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതിൽ വ്യത്യാസം ഉണ്ടോ? ടൈം പഞ്ച്വാലിറ്റി വ്യത്യാസം ഉണ്ടോ? ഇങ്ങനെയുള്ള ഈ ക്വാളിറ്റീസിന്റെ നിലവാരം നോക്കുമ്പോൾ ഭൗതികവാദികളുടെ ക്വാളിറ്റീസും ആധ്യാത്മികവാദികളുടെ ലൈഫിലുള്ള അവരുടെ ജീവിതത്തിലുള്ള ക്വാളിറ്റീസിനെ എണ്ണിയെടുക്കുമ്പോൾ ആരുടെ ക്വാളിറ്റീസ് ആയിരിക്കും കൂടുതലിരിക്കുന്നത്? ആധ്യാത്മികവാദികളുടെ ജീവിതത്തിലുള്ള ക്വാളിറ്റീസിന്റെ എണ്ണം കൂടുതലായിരിക്കും കേട്ടോ. അങ്ങനെ ക്വാളിറ്റീസിന്റെ എണ്ണം കൂടി വരുമ്പോൾ നമ്മൾ എന്ത് പറയും? ദേവന്മാരുടെ ക്വാളിറ്റീസ് പോലെയാവും. മൊത്തം 9 ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രാഹ്മണനാവാം. എത്ര? 9 അല്ല, 16 ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ബ്രാഹ്മണനാവാം. സത്യം, ശുചിത്വം, തപസ്, ഇങ്ങനെ കുറെ ക്വാളിറ്റീസ് എഴുതി വരുമ്പോ, ദാനം, ഇതൊക്കെ എഴുതി വരുമ്പോ ആരുടെ ക്വാളിറ്റീസ് ആയി? ഒരു ബ്രാഹ്മണന്റെ ക്വാളിറ്റിയാണ്. ഞാൻ ബ്രാഹ്മണനാവോ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ബ്രാഹ്മണൻ. നേരത്തെ പ്രശ്നമല്ലേ? അങ്ങനെ ആവൂല. ക്വാളിറ്റീസ് കൊണ്ടാണ് ഒരു ബ്രാഹ്മണനാവുന്നത്. എന്നതുപോലെ 25 ക്വാളിറ്റീസ് വരുമ്പോ അയാൾ വൈഷ്ണവനായി. ആരായി? വൈഷ്ണവനായി. അതേപോലെ 50 ക്വാളിറ്റീസിന് താഴെയാണ് ആർക്കുള്ളത്? 50 ക്വാളിറ്റീസ് ആണ് നമ്മുടെ ബ്രഹ്മദേവനുള്ളത്. ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ബ്രഹ്മദേവൻ. 54 ക്വാളിറ്റീസ് ശിവഭഗവാനുണ്ട്, മഹാദേവനുണ്ട്. 54 ക്വാളിറ്റീസ്. 60 ക്വാളിറ്റീസ് ഭഗവാൻ വിഷ്ണുവിനുണ്ട്.
വിഷ്ണുവിന് പോലും ഇല്ലാത്ത 4 ക്വാളിറ്റീസ് എക്സ്ട്രാ ആർക്കുണ്ട്? ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ട്. മനസ്സിലായ? അപ്പോ ദേവന്മാരുടെ നിലവാരം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ താഴെയാണുള്ളത്. അപ്പൊ 25 ക്വാളിറ്റീസ് താണ്ടിയാൽ ഒരു വൈഷ്ണവന്റെ ക്വാളിറ്റി ആയി. ഏകദേശം ദേവന്മാരുടെയും വൈഷ്ണവന്റെയും ക്വാളിറ്റി ഈക്വൽ എന്നാ പറയുന്നത്. മനസ്സിലാവും? ദേവന്മാരെ അനുഗ്രഹിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും, ആണോ അല്ലയോ? അതേപോലെ ഒരു വൈഷ്ണവന്റെ ഒരു അനുഗ്രഹം കിട്ടിയ കാര്യം നടക്കോ ഇല്ലയോ? അത് അറിയാവുന്നതുകൊണ്ടാണ് സ്വാമിമാരൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പോയി നിന്ന്, സ്വാമി നമ്മുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, മകന് വേണ്ടി പ്രാർത്ഥിക്കണേ ഒക്കെ പറയുന്നത് എന്തുകൊണ്ട്? ഈ ശ്ലോകത്തിൽ പറയുന്ന അതേ അർത്ഥമുള്ളതുകൊണ്ടാണ്. ക്വാളിറ്റീസ് അവർക്ക് കൂടുതലാണ്. ദേവന്മാരുടെ ക്വാളിറ്റീസ് അവർക്കുണ്ട്. ദേവന്മാരെ അനുഗ്രഹിച്ചാൽ നമുക്ക് കാര്യങ്ങളിലെല്ലാം കിട്ടൂലേ? അതേപോലെ ഈ ക്വാളിറ്റീസ് കൂടി വന്ന ഈ വൈഷ്ണവന്മാരുടെ അനുഗ്രഹം കിട്ടിയാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. കാരണം അവരെ ഏത് നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞു? ദേവന്മാരുടെ നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു, ക്വാളിറ്റീസിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കേട്ടോ? അതാ. അപ്പോ ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ആൾക്കാരും ഭൗതികമായ നിലവാരത്തിലുള്ള ആൾക്കാർ ഈക്വൽ ആണോ? ആണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ആണോ? നമ്മൾ ആരെങ്കിലും ഭൗതികവാദികളുടെ കാൽക്കൽ പോയി വീഴാറുണ്ടോ? ഇന്ന് ആധ്യാത്മികവാദികളുടെ കാൽക്കലിൽ നമ്മൾ കമന്ന് വീഴുകയല്ലേ ചെയ്യാറുള്ളത്? ആണ്. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അടക്കം നല്ല യോഗിമാരെ കാണുമ്പോൾ നമസ്കരിക്കും, ആണല്ലോ. പക്ഷെ യോഗിമാര് പ്രധാനമന്ത്രിയെ നമസ്കരിക്കുമോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? അല്ലേ? നരേന്ദ്രമോദിയൊക്കെ പലരുടെയും കാൽക്കലൊക്കെ വീണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവര് ഈ ക്വാളിറ്റീസിൽ അവർ വന്നു. ആ ക്വാളിറ്റീസിനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. മനസ്സിലായോ? അതേപോലെ ഈ ക്വാളിറ്റീസ് ആർക്കും വളർത്താൻ പറ്റും, നമുക്കും വളർത്താൻ പറ്റും. ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരെ കണ്ടാൽ ആൾക്കാർ മതിക്കൂലേ? വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ കണ്ട ആൾക്കാർ മതിക്കോ? എന്തുകൊണ്ടാണ്? വിദ്യ അഭ്യസിച്ചുള്ള ആളെ കാണുമ്പോൾ ആൾക്കാർ മതിക്കും. അതേപോലെ ഈ ക്വാളിറ്റീസ് ഒരു രാത്രി കൊണ്ട് ഡെവലപ്പ് ആവുന്നതല്ല, നിരന്തരമാണ് ചെയ്താണ് ക്വാളിറ്റീസിലേക്ക് വരുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഒരുപാട് സെമിനാറുകൾ നടക്കുന്നുണ്ട്. എന്താണ്? വായനാശീലം ഡെവലപ്പ് ചെയ്യാനുള്ള സെമിനാർ, ആണല്ലയോ? ഒരു ഭക്തന് വായനാശീലം ഉണ്ടോ ഇല്ലയോ? സ്വാഭാവികമായിട്ടും ഉണ്ടാവും. താങ്കളതാ പുസ്തകം വായിച്ചു എന്ന് പറഞ്ഞപ്പോ കൊണ്ട് തന്നേ ഉള്ളൂ, അല്ലേ? ഭക്തിയിൽ വന്നപ്പോ സ്വാഭാവികമായിട്ട് വായനാശീലം വന്നോ? ഈ പുസ്തകം വായിച്ചിട്ട് കൊണ്ട് തന്നോ? അടുത്ത ആളെ വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. വെരി ഗുഡ്. ആയിക്കോട്ടെ, ആരായിക്കോട്ടെ. താങ്കൾ അതാ ഭക്തിയിൽ വരുമ്പോൾ വായനാശീലം ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, ആണല്ലോ? അതേപോലെ 7 AM മോർണിംഗ് ക്ലബ് സൂം മീറ്റിംഗ്, വാട്സപ്പ് ഗ്രൂപ്പിലെ മെസ്സേജ്, രാവിലെ എഴുതിച്ചതും നിങ്ങൾ 7 AM ക്ലബിൽ ജോയിൻ ചെയ്യും. 7 AM ക്ലബാണ്. എത്ര ക്ലബ്ബ്? ഭക്തന്മാർക്ക് രണ്ടാമത് ഉറങ്ങാനുള്ള സമയമായി. രാവിലെ 3:30 കഴിച്ച്, അല്ലെ? 3:30, 4:30, 5:30, 6:30, 7:30, ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് 7 AM ഓരോരുത്തർ എഴുതിക്കുന്നത്. അതിന് വലിയ സംഭവം. ഞാൻ 7 AM ക്ലബിലുണ്ട്. അപ്പൊ ആ ക്വാളിറ്റീസ് കൃത്രിമമായിട്ട് അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ ഭക്തന് നാച്ചുറലായിട്ട് 3:30 അയക്കുന്നുണ്ട്. അപ്പൊ ഏത് ക്ലബ്ബ് കൊള്ളാം? 7 AM ക്ലബ്ബ് കൊള്ളാമോ? 3:30 അയക്കുന്ന ബ്രഹ്മമുഹൂർത്ത ക്ലബ്ബ് കൊള്ളാം? പറയൂ. നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ക്വാളിറ്റീസ് ആണ്, നാച്ചുറലായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആധ്യാത്മികവാദിയായി വരുമ്പോൾ നമ്മൾ മെറ്റീരിയലി ഉള്ള ആൾക്കാരെക്കാളും ബഹുദൂരം, അതിവേഗം നമ്മൾ മുമ്പിലാണ്, ആണല്ലോ? മനസ്സിലായോ? നമ്മൾ മെറ്റീരിയലി അവരുടെ അടുത്ത് കോമ്പറ്റീഷന് പോണ്ട. അവർക്ക് നമ്മളടുത്ത് അടുക്കാൻ പറ്റാത്ത ഭാഗത്ത് നമ്മൾ ഉയരങ്ങളിലാണ്. ഞാൻ ഭക്തിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് വായനാശീലം വന്നത്. എനിക്ക് ഇംഗ്ലീഷ്, എന്റെ പേര് മാത്രമേ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാവൂ. അങ്ങനെ ആയിരുന്നു ഒരു കാലം. അപ്പോഴാണ് ഭഗവത്ഗീത എനിക്ക് വായിക്കാൻ പറ്റിയത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എന്റെ ഒരു ഭക്തൻ പറഞ്ഞു, ഭഗവത്ഗീത ഭഗവത്ഗീത യഥാരൂപം മലയാളം വാങ്ങിക്കണം, എന്നിട്ട് ഭഗവത്ഗീത യഥാരൂപം ഇംഗ്ലീഷും വാങ്ങിക്കണം. ഇതിന് ഒരു ലൈൻ വായിക്കണം, അത് ഒരു ലൈൻ വായിക്കണം, ഇത് ഒരു ലൈൻ വായിക്കണം, അത് ഒരു ലൈൻ വായിക്കണം. മനസ്സിലായോ? അപ്പൊ അതും ഇതും കൂടെ കോറിലേറ്റ് ചെയ്ത് വായിക്കുമ്പോ നിന്റെ ഇംഗ്ലീഷും മലയാളവും വായനാശീലവും എല്ലാം ഇമ്പ്രൂവ് ആവും എന്ന് പറയും. സത്യമായിട്ട് പറയാം, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യം കേൾക്കുന്നുണ്ടോ? എനിക്ക് മലയാളവും ഇംഗ്ലീഷും വായിക്കാൻ അറിയാവുന്നത്, എഴുതാൻ അറിയാം, എന്റെ പേര് മാത്രമായിരുന്നു. ഞാൻ വലിയ വലിയ സായിപ്പുമാര് ഇസ്കോണിൽ വരുമ്പോ അവരുടെ ക്ലാസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന നിലവാരത്തിലേക്ക് എനിക്ക് ഉയരാൻ കഴിയും. മനസ്സിലായി? ഞാൻ മലയാളം മീഡിയമാണ് പഠിച്ചത്. എനിക്ക് മലയാളം ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും എന്റെ പേര് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അങ്ങനെയുള്ള എനിക്ക് വലിയ വലിയ സായിപ്പുമാരുടെ വിദേശ ഇംഗ്ലീഷ് ക്ലാസ് അവർ ഇതേപോലെ ഭൗതിക ക്ലാസ് എടുക്കുമ്പോൾ അതിനെ ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന നിലവാരത്തിലേക്ക് ഉയരാനുള്ള ഭാഗ്യം ഞാൻ ഈ ഭക്തിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഉണ്ടായത്. മനസ്സിലായി? ഞാൻ ഭഗവാന്റെ കൃപ കൊണ്ട് ഞാൻ +2 അതായത് അന്നത്തെ പ്രീ ഡിഗ്രി പഠിച്ച് എക്സാം ഒക്കെ എഴുതിയപ്പോൾ ഞാൻ ഇനി അടുത്ത ഒരു 2-3 മാസം വെറുതെ ഇരിക്കുകയല്ലേ,
ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഞാൻ നിനക്ക് ഒരു നല്ലൊരു സ്ഥലത്ത് വിളിച്ചോണ്ട് പോകുന്ന പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. 1996 ഞാൻ ആദ്യമായി ഇസ്കോണിൽ പോയത്. 1996 ഇസ്കോണിൽ ആദ്യമായി പോയത്. 2002 ഭഗവാന്റെ കൃപ എനിക്കൊരു ഗുരുനാഥന് വിധി പ്രകാരം വീശിയെടുക്കാൻ കഴിയും. അപ്പൊ അതൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ അന്ന് വളരെ കൊച്ചല്ലേ, കുട്ടിക്കാലമല്ലേ. അന്ന് തന്നെ ഭക്തിയിൽ വരാൻ കഴിഞ്ഞത് എൻ്റെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഒന്നിനു ശേഷം വരുന്ന പൂജ്യം പൂജ്യമാണോ? അത് 10 എന്നതുപോലെ ഭക്തിയിൽ വന്നതിന് ശേഷമുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ റോയൽ ലൈഫ്. അപ്പൊ അതുകൊണ്ട് പൂജ്യമാണെങ്കിലും ഒന്നിനു ശേഷം വരുന്ന പൂജ്യം ആവാൻ ശ്രമിക്കാം. നമ്മൾ കഴിയുന്ന നേരത്തെ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചു തുടങ്ങും. കൃഷ്ണനെ മുൻനിർത്തി വേണം നമ്മൾ ജീവിക്കാൻ. അപ്പൊ നമ്മൾ വട്ടപൂജ്യമായാലും നമ്മൾ ഒരിക്കലും പൂജ്യമാവില്ല. ഒന്നിനു ശേഷം വരുന്ന പൂജ്യം പോലെ നമ്മൾ 10ഉം 100ഉം 1000ഉം 10,000 ആയി മാറും. അതാണ് നല്ലത്. ആ ആ അല്ലെ? അതാണ്. ഇത് വർഷങ്ങളായി ഞാൻ അപ്പോഴുള്ള കാര്യം പറയണേ. അപ്പൊ ഞാൻ അന്ന് വായിച്ച ഈ ഭഗവത്ഗീത ഇംഗ്ലീഷും മലയാളവും കണക്ട് ചെയ്ത് വായിച്ചപ്പോ ഞാൻ മലയാളം മീഡിയം പഠിച്ചവനാണെങ്കിൽ കൂടിയും ഇംഗ്ലീഷ് എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടി. അപ്പൊ ഭക്തിയിൽ വന്നാൽ ക്വാളിറ്റീസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? ഞാൻ ഭക്തിയിൽ വരുന്നത് വരെ ഞാൻ ആവറേജ് സ്റ്റുഡന്റ് ആയി. സത്യമായിട്ട് ഞാൻ പറയാം, എന്റെ ലൈഫിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ആവറേജ് സ്റ്റുഡന്റ്. എന്നാലും ആവറേജ് ആണോ എന്ന് വെച്ചാൽ അല്ല. കാരണം ഞാൻ പഠിച്ചത് കരമന സ്കൂളിലാണ്. ഞാൻ തോറ്റാൽ എനിക്കാണ് ഫസ്റ്റ് റാങ്ക്, ഞാൻ ജയിച്ചാലും ഫസ്റ്റ് റാങ്ക് എനിക്ക് തന്നെ. അപ്പൊ മറ്റുള്ള കുട്ടികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. അങ്ങനെയുള്ള ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ എത്തിയപ്പോഴാണ് ശരിക്കും നല്ല പഠിക്കുന്ന പിള്ളേരെ ഞാൻ കാണുന്നത്. അപ്പൊ അവരുടെ കൂടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അവരൊക്കെ ഹൈ ലെവൽ വലിയ വലിയ ഇംഗ്ലീഷ് മീഡിയം പഠിച്ച ഈ ഇംഗ്ലീഷ് മീഡിയം പഠിച്ച പിള്ളേർ എന്ന് പറയുമ്പോൾ ഞാൻ തളർന്നു പോകും കേട്ടോ. ഞാൻ മലയാളം മീഡിയം പഠിച്ച ഒരു ഉള്ളിലൊരു കോംപ്ലക്സ് കിടക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം പിള്ളേരെ കാണുമ്പോൾ എനിക്ക് കൈകാലൊക്കെ ഒരു വിറയലാണ്. നടന്ന സംഭവമാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ അടുത്തൊക്കെ എനിക്ക് മിണ്ടാൻ പറ്റില്ല, അവരൊക്കെ വേറെ നിലവാരം എന്നൊക്കെ, അവർ എന്നെ കൂട്ടൂല, അവർ നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്റെ നിലവാരമില്ല അവർ മനസ്സിലാക്കുക എന്നുള്ള വലിയൊരു കോംപ്ലക്സ് എനിക്കുണ്ടായിരുന്നു. ആ കോംപ്ലക്സ് ആര് മാറ്റി തന്നെന്ന് ചോദിച്ചാൽ ഈ ഭഗവത്ഗീത ഇംഗ്ലീഷും മലയാളവും മാറ്റി മാറ്റി വായിച്ചാണ് അത് മാറിയത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോ എനിക്ക് ഇംഗ്ലീഷിന് ഡിഗ്രിക്ക് മാർക്ക് എത്രയെന്ന് അറിയാമോ? ഡിഗ്രിക്ക് മാർക്ക് നിങ്ങൾ അത്ഭുതപ്പെടും. ഇംഗ്ലീഷിന് എനിക്ക് മാർക്ക് എത്രയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഭഗവത്ഗീത വായിച്ചുകൊണ്ടുള്ള ഗുണം, ഇംഗ്ലീഷ് മലയാളവും ചേരുമ്പടി ചേർത്ത് വായിച്ചുള്ള ഗുണത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാനത് പറയാം. നിങ്ങളുടെ ഏറ്റവും കുറവ് മാർക്കാണ് ഞാൻ മേടിച്ചു എന്ന് ഞാൻ പറയാം. അപ്പൊ എത്ര മാർക്കായിരിക്കും? പാസ് മാർക്ക് തോറ്റു, സുന്ദരമാ തോറ്റു. അപ്പൊ പറയൂ, 100-നാണ് മാർക്ക്. 100-നാണ് മാർക്ക്. അപ്പൊ എത്ര മാർക്ക് ഒരാൾക്ക് മേടിക്കാൻ പറ്റും? 35. തോറ്റു. അപ്പൊ പിന്നെ അതിനേക്കാൾ കുറവായിരിക്കുമല്ലോ. അപ്പൊ എത്ര? 20 മാർക്ക്. എത്ര മാർക്ക് മേടിക്കും? എന്നെ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു. തോറ്റ സുന്ദരമായി തോക്കണം, 1 മാർക്ക് മേടിക്കാതെ തോക്കണം. അതാണ് എന്റെ പോളിസി. ഞാന് മാർക്ക് ലിസ്റ്റ് മേടിക്കാൻ പോയപ്പോ ആ മാർക്ക് ലിസ്റ്റിൽ നിന്ന് ഈ മാർക്ക് ഉരുണ്ട് പോവാതിരിക്കാൻ വേണ്ടി ഇപ്പുറത്ത് ഒരു ലൈൻ, ഇപ്പുറത്തൊരു ലൈൻ, നടുക്ക് ഒരു വട്ട പൂജ്യം. അത് ഉരുണ്ട് പോവാതിരിക്കാനാണ് അല്ലെ? 0 എഴുതുമ്പോൾ അതിനെ സ്റ്റാൻഡ് കൊടുക്കുമല്ലോ. അങ്ങനെ കൊടുത്താണ് എനിക്ക് മാർക്ക് ലിസ്റ്റ് എടുത്ത് തന്ന സാറ് എന്നെയും മാർക്ക് ലിസ്റ്റ് മാറി മാറി നോക്കിയാണ് തന്നത്. 0 മേടിച്ച വ്യക്തിയാണ് ഞാൻ. ലോക ചരിത്രത്തിൽ ആരും 2 മാർക്ക് മേടിക്കാതിരിക്കോ? ഞാൻ 0 മേടിച്ചതാണ്. അപ്പൊ ഞാൻ 0-ൽ നിന്നും നമ്മൾ തുടങ്ങിയത് ഈ ഭഗവത്ഗീത മലയാളവും ഇംഗ്ലീഷും മാറി മാറി വായിച്ചാണ് നമ്മൾ അടുത്ത നിലവാരത്തിലേക്ക് പോകുന്നത്. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പറയുന്നത് 0-ൽ തുടങ്ങാം, പക്ഷെ ഗുണമേ വരും. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഒരു കാര്യം കൂടെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇംഗ്ലീഷിന് മാത്രമാണ് 0 കേട്ടോ. ബാക്കി സബ്ജക്റ്റൊക്കെ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിന് 4 മാർക്കേ കുറവുണ്ടായിരുന്നു. അതിന് ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് പറയേണ്ടതല്ല, എന്നിരുന്നാലും ഞാൻ പറയട്ടെ. ഹാരിസ് ലോസസ് ഹിസ് വൈഫ് എന്നാണ് അന്നത്തെ ആ പാഠഭാഗത്തിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിന്റെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഹാരിസ് ലോസസ് ഹിസ് വൈഫ്. നിങ്ങൾ ആരെങ്കിലും അന്നത്തെ കാലത്ത് പഠിച്ചവരുണ്ടോ? ഇല്ല. ഹാരിസ് ലോസസ് ഹിസ് വൈഫ് എന്നാണ് ആ പുസ്തകത്തിന്റെ ചാപ്റ്ററിന്റെ പേര്. അത് എഴുതിയ ആളിന്റെ പേര് ജെറം കെ ജെറം. ഹാരിസ് ലോസസ് ഹിസ് വൈഫ് എന്നുള്ള പേര്. ഞാൻ അവിടെ എസ്സേ വന്നപ്പോൾ എന്റേതായ ഭാഷയിൽ ഞാൻ എഴുതുകയാണ്, ജെറം കെ ജെറം ലോസസ് ഹിസ് വൈഫ്. അങ്ങനെ ഞാൻ നീട്ടി പിടിച്ച് എസ്സേ എഴുതിയപ്പോൾ ടീച്ചറിന് ദേഷ്യം വന്നാണ് ആ 0 ഇട്ടത്. മനസ്സിലായി? ഹാരിസ് ആണ് ലോസസ് ഹിസ് വൈഫ്, ജെറം കെ ജെറം അതിന്റെ ഓർഡറാണ്. ഞാൻ എഴുതിയെല്ലാം ജെറം കെ ജെറം ലോസസ് ഹിസ് വൈഫ് എന്ന് പറഞ്ഞ് എഴുതി. അപ്പൊ ടീച്ചറിന് ഫസ്റ്റ് പാഠത്തിന്റെ പേര് പോലും ഓർക്കാൻ പറ്റാത്തവന് 0 തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞാണ് 0 തന്നത്. മനസ്സിലാക്കാം? അപ്പൊ ഞാൻ തമാശ പറഞ്ഞതാ. ഞാൻ പറഞ്ഞു വരുന്നത്, 0 തുടങ്ങിയാലും ഭക്തിയിൽ വരുന്ന ആള് ഉയരും. പിന്നെ നമ്മൾ ആവറേജ് എബോ സ്റ്റുഡന്റ് ആയി മാറും.
10 പേരെടുക്കുന്ന നല്ല രീതിയിൽ പഠിക്കുന്ന 100 പേരുടെ ക്ലാസ്സിൽ 10 പേരെടുത്താൽ ആണും പെണ്ണും മിക്സ് ചെയ്താൽ അതിൽ ഒരാൾ നന്നായി പഠിക്കുന്ന ഒരാൾ ഞാൻ തന്നെയായിരുന്നു ഭഗവാന്റെ കൃപയാണ്. LLB ഒക്കെ പഠിക്കുമ്പോൾ ഡിഗ്രിക്കും LLB ഒക്കെ പിന്നെ പഠിക്കുമ്പോൾ നല്ല പഠിക്കുന്ന കുട്ടിയായി മാറും. 5 പേരിൽ ഒരാളായി എനിക്ക് മാറാൻ കഴിഞ്ഞത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചിട്ട് പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ പറയും പിള്ളേർ പഠിക്കട്ടെ, ജപിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല എന്ന് പറയും. തെറ്റാണ്. അവർ ഹരേ കൃഷ്ണ മഹാമന്ത്രം നന്നായി ഒരു മാല ജപിച്ചിട്ടാണ് പഠിക്കുന്നെങ്കിൽ മറ്റുള്ള കുട്ടികൾ 10 പ്രാവശ്യം വായിക്കുന്നത് ഈ കുട്ടി ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി, തലയിൽ കയറും. കാരണം നമ്മുടെ തലച്ചോറിലുള്ള പലതരം ടിഷ്യൂസിനെയും പലതരം കോശങ്ങളെ ഉണർത്താൻ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് പറ്റും. അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെ ഭക്തന്മാർക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ അതിരാവിലെ വെച്ച് നാമം ജപിക്കുന്ന വ്യക്തികളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും തന്നെ അവർക്ക് പലതരം കോശങ്ങളെ ഉണർത്താൻ പറ്റും. ആ കോശങ്ങൾ മറ്റുള്ള ഭൗതികവാദികൾക്ക് ഉണരത്ത് പോലുമില്ല. മനസ്സിലായോ? അതേപോലെ സാത്വിക ഭക്ഷണം കഴിക്കുന്ന വ്യക്തിക്ക് മറ്റുള്ളവരെക്കാളും കൂർമ്മതയുണ്ടാവും, ഫോക്കസ് ഉണ്ടാവും. ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ആധ്യാത്മികമായ കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ തലച്ചോറിൽ വല്ലത് ആൾതാമസം ഉണ്ടാക്കണം നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണം പാലാണ്. ഏതാണ്? പാല് കുടിക്കണം. പാല് കുടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആധ്യാത്മികമായ വിഷയങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന തലച്ചോറിനുള്ള പലതരം കോശങ്ങൾക്കുള്ള ആഹാരം ആകുന്നുള്ളൂ. വേറെ ആഹാരം കൊടുത്താൽ ആ കോശങ്ങൾക്ക് ആഹാരം കിട്ടൂല. പാല്, ശുദ്ധമായ പാല് കുടിച്ചാലേ ആ കോശങ്ങൾ ഉണരും. ശ്രീമദ് ഭാഗവത്തിലുണ്ട്. എനിക്ക് പണ്ട് മുതലേ പാല് ഭയങ്കര ഇഷ്ടമാണ്. അതാ. അപ്പൊ ഞാൻ ഈ ഭയങ്കര പാല് കുടിയനാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നല്ലോണം അത് ഭാഗവതത്തിൽ പാല് കുടിച്ചാലുള്ള മഹാത്മ്യം വായിച്ചപ്പോ ഭയങ്കര സന്തോഷം തോന്നി. മനസ്സിലായി? അപ്പൊ ഈ പാല് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ആധ്യാത്മിക കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? അവർ നേരെ തിരിച്ചാണ്. ആധ്യാത്മിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കോശങ്ങളെ അത് ഉറക്കിക്കിടത്തും. അത് എപ്പോ ഉറക്കിക്കിടത്തും? കോടിക്കണക്കിന് ജന്മങ്ങളോളം ബോധമില്ലാത്ത രീതി നമ്മളെ താഴ്ത്തിക്കിടത്തും. അപ്പൊ അവരും നമ്മളും തമ്മിലുള്ള കോമ്പറ്റീഷനിൽ ആര് ജയിക്കും പറയും? സ്പിരിച്വൽ വാദികളും മെറ്റീരിയൽ വാദികളും തമ്മില് ഭൗതികമായ അടിയായാലും ആധ്യാത്മിക അടിയായാലും ആർക്കേ ജയമുള്ളൂ? സ്പിരിച്വൽ വാദികൾക്കേ ഉള്ളൂ. നിങ്ങൾ ശ്രീമദ് ഭാഗവതം വായിച്ചു നോക്കൂ. ശ്രീമദ് ഭാഗവതമല്ല, രാമായണം വായിച്ചു നോക്കൂ, മഹാഭാരതം വായിച്ചു നോക്കൂ, അല്ലെങ്കിൽ എന്ത് തന്നെ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കൂ. അവിടെ എല്ലാം ആടിയും പിടിയും ഒക്കെ നടക്കുന്ന ഒരുപാട് കഥകളുണ്ട്. ഇതിലെല്ലാം ജയം ആർക്കാണ് പറയും? ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള അടിയിൽ ആർക്കാണ് ജയം? ദേവന്മാർക്ക്. കാരണം എന്ത്? ഒരു രീതിയിൽ മെറ്റീരിയൽ ലൈഫ് എൻജോയ് ചെയ്യുന്നവർക്ക് സ്പിരിച്വൽ ലൈഫ് എൻജോയ് ചെയ്യുന്നവരെ അടിച്ചിടാൻ പറ്റില്ല. ഒരു സംശയം വേണം. ഭാരതത്തിൽ നീണ്ട 600 വർഷം മുഗളന്മാർ ഭരിച്ചു. നീണ്ട 400 വർഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ് ഇംഗ്ലീഷുകാർ ഭരിച്ചു. എന്നിട്ട് കൂടി ശ്രീമദ് ഭാഗവതത്തിനെയോ ഭാഗവത ധർമ്മത്തിനെയോ വേരോടെ എടുത്ത് കളയാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. യഥാർത്ഥത്തിൽ ഭാരതത്തിന് ഏറ്റവും കൂടുതൽ ദോഷം വന്നത് എപ്പോഴെന്ന് അറിയാം? 600 വർഷത്തെ മുഗൾ ഭരണം കൊണ്ടല്ല, 400 വർഷത്തെ ബ്രിട്ടീഷ് ഭരണം കൊണ്ടാണ് സംസ്കാരച്യുതി ഏറ്റവും കൂടുതൽ ഭാരതത്തിന് വന്നത്. അത് എന്തുകൊണ്ടെന്ന് അറിയാമോ? നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. 600 വർഷത്തെ മുഗൾ ഭരണം കൊണ്ട് ഭാരതത്തിന് വരാത്ത ദോഷം 400 വർഷത്തെ ഈസ്റ്റ് ഇന്ത്യ ഭരണം കൊണ്ട് എന്തുകൊണ്ടുണ്ടായെന്ന് ചോദിച്ചാല്, ഭാരതത്തിൽ ആധിപത്യം ഉറപ്പിച്ചിട്ട് ഇംഗ്ലീഷുകാരന്മാര് ഒരു ചോദ്യം ചോദിച്ചു. ഭാരത സംസ്കാരം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. ഇവർ കുടുംബത്തോടെ ഭയങ്കര സ്നേഹത്തോടെ ജീവിക്കുന്നു. ഇത് വെസ്റ്റേൺ കൺട്രീസിൽ കാണാൻ പറ്റില്ല. കുടുംബമൊന്നും അവിടെ ഇല്ല, അറിയാലോ. ഇവർക്ക് ഭയങ്കര ആനന്ദമാണ്. ഇത്രയും അടിമകളായിട്ട് നമ്മളാണ് ഭരിക്കുന്നെങ്കിൽ കൂടിയും, അധികാരം അവരുടെ ഇല്ല എങ്കിൽ കൂടിയും, അവരുടെ പേഴ്സണൽ ലൈഫ് നോക്കുമ്പോൾ അവരെല്ലാം ഹാപ്പിയാണ്. ഈ ഹാപ്പിനെസ് നമുക്ക് അധികാരം ഇരുന്നിട്ട് നമുക്ക് കിട്ടുന്നില്ല. എന്താണ് അതിന് കാരണമെന്ന് അവർ അന്വേഷിച്ചു. അതിന് പൈസ കൊടുത്ത് ഇവിടുത്തെ തന്നെ ബ്രാഹ്മണന്മാരെ അവർ വിലക്കെടുത്തു. അവരോട് ചോദിച്ചു. കാരണം അവരോട് ചോദിച്ചാലല്ലേ അവരുടെ കൂട്ടത്തിലുള്ളവരുടെ രഹസ്യം കിട്ടുമെന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പൊ അതില് ആചാര്യന്മാർ അവർക്ക് പറഞ്ഞു കൊടുത്ത ആൻസർ പറഞ്ഞാൽ, ഇവിടുത്തെ ആൾക്കാരുടെ സംസ്കാരം അനുസരിച്ച് അവർ സ്ത്രീകളെ ബഹുമാനിക്കും. മനസ്സിലായി? സ്ത്രീകളെ ബഹുമാനിക്കും. അതേപോലെ പ്രായമായവർ മുതിർന്നവരെയും ബഹുമാനിക്കും, നാച്ചുറലി ബഹുമാനിക്കും. പോരാഞ്ഞിട്ട് ഇവർ പശുവിനെ അമ്മയായി കരുതും. മനസ്സിലായ? പശുവിനെ അമ്മയായി കരുതും. അതുകൊണ്ട് ഈ 3 കാരണങ്ങളാലാണ് അവർക്ക് എപ്പോഴും പ്രോസ്പെറിറ്റി, ഉയർച്ച ഉണ്ടാവും. എവിടെയാണോ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടുന്നത്, എവിടെയാണോ മുതിർന്നവരെ ബഹുമാനിക്കുന്നത്, എവിടെയാണോ പശുവിനെ നല്ല രീതിയിൽ സൽക്കരിക്കുന്നത്, അവിടെ എന്തുണ്ടാവും? എത്ര തന്നെ ദോഷം വരുത്തണമെന്ന് വിചാരിച്ചാൽ ആ രാജ്യം എന്താവില്ല, ദോഷങ്ങൾ ആകർഷിക്കപ്പെടൂ. മനസ്സിലായി? പല സ്ഥലത്തും നിങ്ങൾ ഭൂമി കുലുക്കം, ഉരുൾപൊട്ടൽ, വയനാട് വന്ന് ഓക്കെ, അത് തെറ്റിയും തെറിച്ചേ ഇവിടെ വരുന്നുള്ളൂ. പക്ഷെ പല രാജ്യങ്ങളിലും അഗ്നിപർവ്വത സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുകയാണ്, അറിയാലോ.
ഉരുൾപൊട്ടൽ, സുനാമിയൊക്കെ നിത്യസംഭവങ്ങളാണ്. ഈ സംഭവങ്ങളൊന്നും ഭാരതത്തിൽ പൊതുവെ ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സാംസ്കാരികമായി ഇവർ ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നു. സ്ത്രീകളെ ബഹുമാനിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക, പശുവിനെ സംരക്ഷിക്കുക. ഈ കാരണങ്ങളാണ്. അതുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നറിയാമോ? നിർബന്ധപൂർവം ആൾക്കാരെ കൊണ്ട് എന്ത് തിരിപ്പിച്ചു? ബീഫ് തിരിപ്പിച്ചു. മിലിറ്ററിയിലെടുത്തു. എന്നിട്ട് മിലിറ്ററിയിൽ ഒരു തിര ഇങ്ങനെ കടിച്ചു പൊട്ടിക്കണം എന്ന് പറഞ്ഞ് പണ്ട് പഠിച്ചിട്ടില്ലേ? ആ തിര മൃഗകൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയതാണ്. ഇങ്ങനെ ഇവരെ കൊണ്ട് കഴിപ്പിച്ചു. ഇവരറിഞ്ഞും അറിയാതെയും കഴിച്ച ഈ തിര, ഏത് മൃഗകൊഴുപ്പ്, പശുവിന്റെ കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയ തിര ഉള്ളിൽ പോയതോടുകൂടി ഇവരുടെ നിലവാരം താഴ്ന്നു. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ കൂടുതൽ പിന്നെ ഇതൊരു നിത്യസംഭവമാക്കി ബോധത്തോടെ പശുവിനെ കൊല്ലാനും ഒക്കെ തുടങ്ങിയത്. മനസ്സിലായി? അപ്പൊ ഈ കഴിക്കുന്ന ആഹാരത്തിന് നമ്മുടെ സ്വഭാവം മാറ്റാൻ കഴിയുമെന്ന് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ വന്ന ടോപ്പിക് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ച മനോഹരമായ ദിവസമാണ് നാളെ, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. ഇവിടെ എന്തിനാണ് ഭഗവാൻ അവതരിച്ചെന്ന് ഭഗവത്ഗീതയിൽ ശ്ലോകമുണ്ട്. എന്താണ് ശ്ലോകം? പറയൂ. എന്താണ്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ. ആ ശ്ലോകം ഒന്ന് ആർക്കറിയാമോ? ഒന്ന് പറയൂ. എവിടെയാണോ ധർമ്മത്തിന് ക്ഷയമുണ്ടാവുന്നത്, അധർമ്മം തഴച്ചു വരുന്നത്, അവിടെയെല്ലാം ധർമ്മ പുനഃസ്ഥാപനത്തിനും ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവതരിച്ചുകൊണ്ടിരിക്കും. പരിത്രാണായ സാധുനാം വിനാശായ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാപനായ സംഭവാമി യുഗ. എല്ലാ യുഗത്തോടും ഞാൻ അവതരിക്കുന്നു. എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത്? ഒന്ന്, ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മം ചെയ്യുന്നവരെ സംരക്ഷിക്കാനാണ് ഭഗവാൻ. എന്നിട്ട് ഭഗവാൻ മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, 9-ാം അധ്യായത്തില് ജന്മകർമ്മ ചമേ ദിവ്യം. ഇങ്ങനെ അവതരിക്കുന്ന ഭഗവാന്റെ ജന്മവും കർമ്മവും ദിവ്യമാണ്. നമ്മളെ പോലെ ജനിച്ച വ്യക്തിയല്ല. ആണോ? ഭഗവാൻ നമ്മളെ പോലെ ജനിച്ച വ്യക്തിയാണോ? അല്ല. ഭഗവാൻ 4 കൈയോടുകൂടി നമ്മുടെ ദേവിക്കും വാസുവിക്കും ആദ്യം ദർശനം കൊടുത്തു. എന്നിട്ട് ദേവികയുടെ ഹൃദയത്തിലേക്ക് ചെറുതായി പോവുകയാണ് ചെയ്തത്. ആദ്യം വാസുദേവരുടെ ഹൃദയത്തിൽ നിന്നും ദേവികയുടെ ഹൃദയത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അല്ലാതെ സാധാരണ ഒരു കുട്ടി ജനിക്കുന്ന രീതിയിലല്ല ഭഗവാൻ ജനിച്ചത്. മനസ്സിലാക്കണം. എന്നിട്ട് ഭഗവാന്റെ നാമം, ഗുണം, രൂപം, ലീല ഇവയെല്ലാം വ്യത്യസ്തമാണ്. ഭഗവാൻ അച്യുതനാണ്. എന്താ? സ്തുതി പറ്റാത്ത വ്യക്തിയാണ്. ഭഗവാന്റെ മൊത്തം ലീലകളും പരിശോധിച്ച് നോക്കിയേ, ഒന്നും ഭഗവാന് ഒരു തെറ്റ് പറ്റിയിട്ടില്ല. നമ്മളൊക്കെ എന്നും തെറ്റാണ് പറ്റുന്നത്, അല്ലെ? അപ്പൊ ഭഗവാന്റെ ലീല, ഒരേ സമയത്തുള്ള ലീലയിൽ ഒരുപാട് പേർക്കുള്ള ഗുണപാഠമാണ് കൊടുക്കുന്നത്. അങ്ങനെ ഭഗവാനെ കുറിച്ച് ഒരുപാട് ഗുണത്തിനെ കുറിച്ചും ലീലകളെ കുറിച്ചും നാമത്തിനെ കുറിച്ചും മഹിമകളെ കുറിച്ച് നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്. മനസ്സിലായോ? അപ്പൊ നേരത്തെ ഞാൻ ഇന്നത്തെ കൺക്ലൂഷൻ എന്ന് വെച്ചാല്, ഭൗതികവാദികൾ പറയുന്നത് പോലെ അടിച്ചു പൊളിച്ച് നടക്കുന്ന ആളിനെ ക്ഷീരമുള്ള അകിടിന് ചുവട്ടിനും ചോര തന്നെ കൊതുകിനെ കൗതുകം എന്ന് പറയുമ്പോൾ തുച്ഛമായ കാര്യങ്ങളെ അവർ കിട്ടുന്നുള്ളൂ. ഭക്തനായിട്ട് വരുന്ന വ്യക്തിക്ക് ആധ്യാത്മികമായ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതിന്റെ കൂടെ ഒരു ഭൗതിക ഗുണവും അവർക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നില്ല. അവർ കല്യാണം കഴിക്കുന്നില്ലേ, മക്കളായിട്ട് അടിച്ചുപൊളിച്ച് നടക്കുന്നില്ലേ, ഭാര്യയായിട്ട് അടിച്ചുപൊളിച്ച് നടക്കുന്നില്ലേ, കുടുംബത്തോടെ ജീവിക്കുന്നില്ലേ, ജോലിക്ക് പോകുന്നില്ലേ, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ എക്സ്ട്രാ ഒരു ഗുണം കൂടെ ഉണ്ട്. എന്താ? ഭഗവാനെ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നല്ല നല്ല ആഹാരം കഴിക്കാം, ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, ട്രിപ്പിന് പോവാം, എല്ലാം ചെയ്യാം. എന്നാൽ അതിന്റെ കൂടെ എക്സ്ട്രാ ബെനിഫിറ്റും കൂടെ ഉണ്ട്. എന്നാൽ ഭൗതികവാദികൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ അത് മാത്രമാണ് ഇന്നത്തെ പോയിന്റ് ഞാൻ സ്പഷ്ടമായിട്ട് എടുത്തു പറയാൻ ഉദ്ദേശിച്ചത്. ഇനി ആധ്യാത്മികമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്യപ്പെടണം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആസ്വദിക്കണം എന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജന്മകർമ്മ ചമേ ദിവ്യം. ഭഗവാന്റെ ജന്മത്തിന്റെയും കർമ്മത്തിന്റെയും ദിവ്യമായ ലീലകളെ കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് എത്രത്തോളം ദിവ്യമാണ് എന്നുള്ളത് ഇനിയുള്ള ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടും. ഓക്കെ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കും. നാളെ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാം നമ്മുടെ ആശ്രമത്തിലേക്ക് വരിക. നിങ്ങൾക്ക് ശരിക്കും ഒരു നല്ലൊരു അനുഭവമായിരിക്കും. ഇതുപോലത്തെ വലിയ വലിയ പ്രോഗ്രാം ഒന്നും നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വരാം, അല്ലെ? ഞാനൊക്കെ ജഗന്നാഥപുരി ഈ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8, 9, 10, 12 മണി വരെയും പ്രോഗ്രാം. നാളെയാണ് 12 മണി വരെ പ്രോഗ്രാം ഉള്ളത്. ഇന്നൊക്കെ ഒരു 8, 10 മണി വരെ ഓരോ പ്രോഗ്രാം. നിങ്ങൾക്കൊക്കെ കാറൊക്കെ ഉള്ളവരല്ലേ, ബൈക്കൊക്കെ ഉള്ളവരല്ലേ, നിങ്ങളൊരു 5 പേര് ഒരുമിച്ച് വന്നൂടെ? വന്ന് നോക്കണം. നിങ്ങൾ പാർട്ടിസിപ്പേഷൻ വേണം. എല്ലാവരും വന്നില്ലെങ്കിലും ഇവിടുന്ന് ഒരു കുറച്ച് പേരെങ്കിലും പോയി അവിടെ കണ്ടാലേ തിരിച്ചു വന്ന കഥ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നല്ല രസമാണ്. വന്നൂടെ നിങ്ങളെല്ലാം? അല്ല, നിങ്ങൾ ആരും ഓട്ടിക്കില്ലേ?
നിങ്ങൾ ഓട്ടിക്കണം, അല്ലെങ്കിൽ ബസ് കയറി വരണം. ബസ് ഇഷ്ടം പോലെ ഉള്ള റൂട്ടല്ലേ ഇത്. 12 മണി വേണ്ട വേണ്ട, ഞാൻ പറയാം. നിങ്ങളൊരു 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുക, പറയട്ടെ. നിങ്ങളൊരു 3 മണിക്ക് വീട്ടിൽ ഇറങ്ങുക, ഇവിടെ നിന്ന് ഇറങ്ങുക. 4:05 5 മണിക്കകത്ത് അവിടെ എത്തും. 5 മണി മുതൽ ഒരു 8 മണി വരെ നിൽക്കുക. അവിടെ നിന്ന് ഇഷ്ടംപോലെ ബസ് ഉണ്ട്, അറിയാലോ. നിങ്ങൾ രാത്രി ഒരു 9 മണിക്കകത്ത് വീടെത്തുക, അല്ലെങ്കിൽ 7 മണിക്ക് അവിടെ തിരിക്കുക. തീർന്നല്ലോ പ്രശ്നം. അറ്റ്മോസ്ഫിയർ ബ്രീത്ത് ചെയ്യാലോ, നല്ലതല്ലേ. വരണം, നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. ജന്മാഷ്ടമി പ്രോഗ്രാം ഒന്നും മിസ്സാവരുത്. ഒരു വേറെ ലോകമാണ്, നല്ല രസമാണ്. പ്രസാദം, ഇഷ്ടംപോലെ പ്രസാദവും കഴിക്കാം. നിറച്ച് ലൈറ്റൊക്കെ ഇട്ടൊക്കെ ആകുമ്പോൾ നല്ല രസമാണ്, നല്ല ലുക്കാണ്. നിങ്ങൾ പറ, അഭിഷേകമൊക്കെ ഉണ്ട്. നിങ്ങൾ പറയും ആരൊക്കെ വരുന്നു. ഇനിയിപ്പോ നിങ്ങൾ നേരത്തെ ചോദിച്ചു, ഞാൻ കൊണ്ടുവിടണമെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. അങ്ങനെയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ചെയ്യാം. ഒരു ട്രിപ്പായിട്ട് ഞാൻ കൊണ്ടുപോകാം. പിന്നെന്താ, കാർ പാർക്കിങ്ങിന് ഞാൻ ഉറപ്പായിട്ട് മാഡത്തിന് ഒരു സ്ഥലം തരുന്ന വരും. ഇഷ്ടംപോലെ സ്ഥലമാണ്. ആ അങ്ങറ്റം മുതൽ ഇങ്ങറ്റമുള്ള ആ റോഡ് മുഴുവൻ ഒരു സൈഡ് നമ്മുടെ വണ്ടിയെ നിർത്തിക്കും. ഇഷ്ടംപോലെ സ്ഥലം. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വരും മേഡം, നമ്മുടെയൊക്കെ കാർ അവിടെ ഇടാറുണ്ടല്ലോ. ഇഷ്ടംപോലെ സ്ഥലം. അപ്പൊ ഇന്ന് മേഡം വരുമല്ലോ. ഇന്നോ നാളെയോ? ഇന്നുണ്ട് നാളെയും. ഇന്നുണ്ട് നാളെയും. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഉണ്ട്. മറ്റന്നാൾ നോക്കണ്ട, ഇന്നും നാളെയും നോക്കിയാൽ. നാളെയാണ് പരിപാടി. നാളെ രാത്രി 12 മണിക്ക്. കണക്കനുസരിച്ച് നാളെയാണ് ജന്മാഷ്ടമി കേട്ടോ. കലണ്ടർ അനുസരിച്ചൊക്കെ നാളെയാണ്. വൈഷ്ണവ കലണ്ടർ അനുസരിച്ച് നാളെ തന്നെ. നമ്മുടെ ഫാസ്റ്റിംഗ് എല്ലാം നാളെയാണ്. ജന്മാഷ്ടമി ദിവസം നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുന്നത് നല്ലതാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം കൂടുതൽ ജപിക്കുന്നത് നല്ലതാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നത് നല്ലതാണ്. ഭഗവത്ഗീത ഭാഗവതം വായിക്കുന്നത് നല്ലതാണ്. സത്സംഗത്തിന് വരുന്നത് നല്ലതാണ്. പിന്നെ ഫാസ്റ്റിംഗ് എടുക്കാൻ നിർജ്ജലം എടുത്താൽ ഏറ്റവും നല്ലത്. നിർജ്ജലം എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ധാന്യം ഒഴിവാക്കി എടുക്കാവുന്നതാണ്. ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തില് എന്തെങ്കിലും ഒരു വ്രതം ജന്മാഷ്ടമിയിൽ അന്ന് ചെയ്യുന്നത് വലിയ ശ്രേഷ്ഠതായിട്ടാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ജന്മാഷ്ടമി ദിവസത്തിൽ കൃഷ്ണന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് കുറച്ച് തുളസിയൊക്കെ വാങ്ങിച്ച് മാലയൊക്കെ കെട്ടി ക്ഷേത്രങ്ങളിൽ കൊണ്ട് കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പോ തുളസി മഹാറാണി ഭഗവാനുമായിട്ട് നല്ല കണക്ഷനാണ്. അതുകൊണ്ട് നമ്മൾ തുളസി സേവനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ വീട്ടില് തുളസിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 3-4 പ്രാവശ്യം ചുറ്റി നമസ്കരിച്ച് അതിന്റെ തരത്തിലുള്ള മണ്ണെടുത്ത് തലയിൽ തേക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഭഗവാന് പാല് കാച്ചി നിവേദിക്കാം. തൈര് സാധനം ഭഗവാന് വളരെ ഇഷ്ടമാണ്, നിവേദിക്കാം. വെണ്ണ മേടിച്ച് ഭഗവാൻ തുളസിയിട്ട് നിവേദിക്കാം. ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ശരി, വേറെന്താണ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കും? വേണ്ട, നാളെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം തുടങ്ങാം. വേറെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെ രാത്രി 12 മണി വരെയാണ് വ്രതം എടുക്കേണ്ടത്. ഞാനൊക്കെ ഭഗവാൻ സഹായിച്ച് അന്ന് വരുന്നവരെ എല്ലാ വർഷവും കറക്റ്റായിട്ട് എടുക്കാറുണ്ട്. പിന്നെ 15 ദിവസം ഇടയിൽ ഒരു ഏകാദശി ഉണ്ട്. ഏകാദശി വ്രതവും നമ്മൾ എടുക്കുന്നത് വളരെ പ്രീതികരമാണ്, ഭഗവാന് വളരെ ഇഷ്ടമാണ്. ഏകാദശി വ്രതം എടുക്കുന്നത് കൊണ്ട് തന്നെ മറ്റേത് വ്രതത്തിന്റെ ഫലവും ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് 15 ദിവസം ഒരിക്കൽ ഏകാദശി വ്രതം എടുക്കാവുന്നതാണ്. അതെങ്ങനെ ഇനിയുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. ധാന്യങ്ങൾ ഒഴിവാക്കി ഫ്രൂട്ട്സും പാലും വെള്ളവും ഒക്കെ കുടിച്ചെടുക്കാവുന്നതാണ്. നല്ല എളുപ്പമാണ്, ഇഷ്ടംപോലെ ഫലവും കിട്ടും. കിട്ടിക്കൊണ്ട് പോട്ട് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ശരി, ഹരേ കൃഷ്ണ മാത്രം ഒരു മാല ജപിക്കുന്നവരൊന്ന് കൈപ്പറ്റിക്കുക. ഒരു മാല ഡെയിലി ജപിക്കുന്നവർ ജപിക്കും. അപ്പോ തുടങ്ങിയില്ലേ, ജപമാൻ തുടങ്ങിയില്ലേ? ഇടയ്ക്കിടയിൽ മിസ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ശ്രദ്ധാവാൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ലേ. അത് ആരൊക്കെ മേടിച്ചിട്ടുണ്ട്? ശ്രദ്ധാവാൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് അത് അന്ന് വന്നപ്പോൾ മേടിച്ചത്. മേടിക്കാത്തവരൊന്ന് കൈപ്പിക്കുക. മേടിക്കാത്തവർ മേഡം. അപ്പൊ നിങ്ങൾക്കൊക്കെ അടുത്ത ഒരു ഫംഗ്ഷന് ഞാൻ ഒരു മാല ജപിച്ച് തുടങ്ങുന്നവർക്ക് ആ സർട്ടിഫിക്കറ്റ് തരുന്നതാണ്. ഒരു മാല ജപിച്ച് തുടങ്ങിയവർക്ക് കുറെ പുസ്തകങ്ങൾ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ പുസ്തകം വാങ്ങിച്ചു വെച്ചിട്ടുള്ളവരെന്ന് കൈപ്പറ്റിക്കുക. വാങ്ങിച്ചു വെച്ചിട്ടുള്ളത്. ഏത് പുസ്തകങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്? ഫുൾ പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടോ? അതീതം. മേഡം ഏത് പുസ്തകം വാങ്ങിച്ചിട്ടുള്ളത്? മേഡം ഏത് പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട്? അന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞു വേറെ നോക്കും. ഓക്കെ, മനസ്സിലായി. ആ പുസ്തകങ്ങളെല്ലാം നിങ്ങൾ കുറച്ച് വായിച്ചു തുടങ്ങണം കേട്ടോ. നല്ലതാ, വായിക്കുന്നത് നല്ലതാണ് കേട്ടോ. ശരി, അപ്പം എല്ലാവർക്കും ഒരു മനോഹരമായ ഒരു ജന്മാഷ്ടമി ആശംസകൾ നേരുന്നു. എല്ലാ സൗഭാഗ്യവും പോകുന്നത് അനുഗ്രഹിക്കട്ടെ കേട്ടോ. സന്തോഷം. താങ്ക് യു. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്നും ജപിക്കണം. എവിടെ പോയാലും കുറച്ചെങ്കിലും ഭഗവത്ഗീത ഭാഗവതം വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കണം. തുളസിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഡെയിലി ഒഴിച്ച് 3 പ്രാവശ്യം ചുറ്റി നമസ്കരിച്ച് അതിന്റെ തടത്തിന്റെ മണ്ണെടുത്ത് തലയിൽ തേക്കണം.
ഏകാദശി 15 ദിവസം ഒരിക്കൽ ഏകാദശി വ്രതം നമ്മൾ ചെയ്യണം. അടുത്ത വർഷം ഈ സമയത്ത് എടുക്കുന്നുണ്ടല്ലോ, വെരി ഗുഡ്, എടുക്കണം എടുക്കണം എടുക്കണം. അടുത്ത വർഷം ഈ സമയത്ത് നമുക്കിവിടെ ഒരു ജന്മാഷ്ടമി പ്രോഗ്രാം ചെയ്യാം. അഭിഷേകം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാം അടുത്ത വർഷം. നമ്മുടെ വേറെ 1-2 സെന്ററിലൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു ഇവിടെ ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചു. അപ്പൊ അടുത്ത വർഷം ഈ സമയത്ത് ജന്മാഷ്ടമിക്ക് ഒരു വലിയൊരു പ്രോഗ്രാം നമുക്കിവിടെ നടത്തും. ഓക്കെ. പുതിയ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ വിളിച്ചോണ്ട് വരിക. നമുക്കിവിടെ ആള് കൂട്ടണം കേട്ടോ. ഭഗവാൻ അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കി ജയ്. യോഗ സമസ്ത.